الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. കേട്ടോളാൻ പറ. ഇനി ഇതിനപ്പുറം നാഫി ഇൽമ് വേറെ പറയാനില്ല. ഒരു ദിവസം എന്തെങ്കിലും ഇൽമ് വർദ്ധിക്കലാണ് ദിവസത്തിൻ്റെ ബറക്കത്ത് എന്ന് പറഞ്ഞ സാധനം. കുല്ലു യൗമിൻ തലഅത അലൈഹി ശംസു ലാ അസ്ദാദ ഫീഹി ഇൽമൻ ഫലാ ബൂരിക ലീ ഫീ സബീഅത്തി ദാലിക്കൽ യൗം. സൂര്യൻ ഉദിക്കുന്ന ഏതൊരു ദിവസത്തിലും ഇൽമ് വർദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ ദിവസത്തിൽ ബറക്കത്തില്ല എന്ന് ഞാൻ മാസാക്കിന്ന് പറഞ്ഞു. പിന്നെ മുജ്തബാക്കിടിരിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികൾക്കെല്ലാം ബർക്കത്തിനോട് വർക്കം കൊണ്ടാന്നില്ല. എന്നാലും ഓരോ ആലിമ്യങ്ങളായാലും ജീവിതത്തിൽ ബർക്കത്ത് ഇഷ്ടപ്പെട്ടാക്കുന്നുണ്ടാവില്ല, ഇൽമിൻ്റെ മജീസിൽ പങ്കെടുക്കാൻ ഭാഗ്യം ഉണ്ടാവില്ല. അറിയാത്ത കാര്യം പറഞ്ഞോണ്ടെന്ന് അറിഞ്ഞെന്ന് പറഞ്ഞു കൊടുക്കില്ല. അറിഞ്ഞെന്നൊക്കെ അത്ഭുതം അതിൻ്റെ അപ്പുറം സ്വീകരിക്കില്ലല്ലോ. അതാവും ഹാസിനുണ്ടാവില്ല എന്നല്ലോ. ജയ്ത് ആൺകുട്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ജയ്ത് ആൺകുട്ടിയാന്ന് പറഞ്ഞുകൊണ്ട് പോലും വർദ്ധിക്കൂല. അത് യക്കീനിലെത്തിക്കഴിഞ്ഞാൽ അതെന്നെ ഇങ്ങനെ ആവർത്തിക്കലുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ അറിവിൻ്റെ മേഖല ഉള്ളത്. അറിഞ്ഞത് കൊണ്ടെല്ലാം സമാപിച്ചു എന്ന് വെക്കുമ്പോഴല്ലേ ഇൽമിൻ്റെ പരിധി വരും. നമ്മ കടലിൽ കൊണ്ടപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് വെള്ളം കോരിയിട്ട് എല്ലാം തീർന്ന് വിചാരിച്ചാൽ തീർന്നാ. ഇന്ന് നമ്മ ഈ ഒരു സാധനം മുത്താല ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ഇബാദത്താണല്ലോ. ഇപ്പൊ നാളെ രാവിലെ തന്നെ ഇബാദത്ത് കഴിഞ്ഞ് ഇന്ന് 10 സലാത്തില് നാളെ ചെല്ല 20 സലാത്തിന്റെ ഉരി കിട്ടുമല്ല. അപ്പൊ ആ ഒരു ഇൽമിന്റെ ഇതിൽ കിട്ടും. വർദ്ധനവ് ബുദ്ധിക്കനുസരിച്ച് വർദ്ധന വരാം. അതല്ലേ ചില ആൾ ഉണ്ടാക്കുന്നത് 100 വട്ടം ദർശനം നടത്തിയാൽ പറയുന്നത് 99 കിട്ടാത്ത ഫായിദ 100ാം തവണ കിട്ടിയിട്ടുണ്ട്. അതെ അതെ, അത് ഫിക്കറനുസരിച്ചാണ്. അറിഞ്ഞ കാര്യം നിരത്തി വെക്കുമ്പോൾ ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ മൂന്നാമത്തിന് അറിവ് കിട്ടരുത്. ആ അറിവ് കൂട്ടത്തിൽ നിരത്തി വെച്ച് കഴിഞ്ഞാൽ അതിനപ്പുറം ഉണ്ടാകുക 4ാമത്തെ അറിവ് വരും. ഈ തീവണ്ടിയുടെ കമ്പാർട്ട്മെൻറ്റ് കെട്ടിടക്കെന്ന് ഫിക്കർ എന്ന നാളെ സിഗരറ്റും വെച്ച് തിങ്ങിയിരിക്കലുണ്ടാകുന്നു. അതൊക്കെ ഇപ്പോൾ അർത്ഥം ഇപ്പോഴുള്ള അർത്ഥം. അറിഞ്ഞ കാര്യം ഒന്നാണ് ചേർപ്പം വെച്ച് മറ്റോ അറിഞ്ഞ കാര്യം 2 എണ്ണം കൂട്ടിച്ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 3ാമത്തൊന്നുണ്ടാവും. ആ ചേർത്ത് വെക്കുന്ന അറിവുണ്ടാകാൻ മാത്രം ആവശ്യമായി ചേർത്ത് വെക്കലിനാണ് ഫിക്ർ എന്ന് പേര്. അല്ലേ ഒന്നും അതുകൊണ്ടും പഠിക്കാണ്ട് ഉണ്ടല്ലോ അർത്ഥം ഇങ്ങനെ എന്താന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് നടക്കല്ലേ. അതല്ല ഹിക്മ അഹ്മദ് സറൂഖ് റളിയല്ലാഹു അൻഹു അത് ശർഹ് ചെയ്ത്. അങ്ങനെ ഇപ്പം 33 ശർഹ് ചെയ്തിട്ടുണ്ട്. ഈ 32ലും പറഞ്ഞ കാര്യം ഒന്നും മറ്റേ കിതാബിൽ ആവർത്തിക്കൂല. പറച്ചലെന്നത് മിന്നലാമാത്തിൽ നേറ്റിമാതി അലല്ലമ്മൽ നുക്സാനുദ്ദജായിന്റെ വജൂദി സലാല് തന്നെയാണ്. പക്ഷെ 33 തരത്തിലെ വ്യാഖ്യാനിച്ച് ഒന്നും പണ്ട് അങ്ങോട്ടൊന്നും പണ്ട. നമ്മ മിന്നലാമാത്തിൽ നേറ്റിമാതി എത്ര മണിക്കൂറാന്ന് നീങ്ങോണ്ട് അങ്ങോട്ട് ഇവിടെ ഇരുന്നിട്ടൊന്നും അന്ന് വേറെ ആരുമില്ല, യൂട്യൂബും ഇല്ല. 5 മണിക്കൂറാവറ്റാന്ന് മിന്നലാമാത്തിൽ നേറ്റിമാതിനെ വ്യാഖ്യാനിച്ച് 100 വാങ്ങിക്കൊടുത്തു. അതൊന്നിപ്പോൾ റിക്കാർഡിൽ വന്നെങ്കിൽ ആദ്യ താല്പര്യം നടത്തു. കശ്മരിദാഇസ്തവനി അൻ മദ്ഹറൽ കൗനാണ് 100 വാങ്ങിക്കൊടുത്തത്. ഈ ഒറ്റ കരിമത്ത് മബായിസത്തിൽ ഇരുന്നുണ്ട്. കശ്മരിദാഇസ്തവനി അൻ മദ്ഹറൽ കൗൻ ഈ വാർത്ത തീർന്നു. ജാമ്യെന്ന ഒറ്റ ഇസ്മ എടുത്തിട്ട് അന്ന് അഷറഫ് ഡോക്ടർ വന്നപ്പോൾ അതെന്തോ കാരണത്താൽ ഇവിടെ ലീവായി പോയി, ബസ്സിൽ ലൈറ്റ് വെച്ചു.
നമ്മൾ നുഹ്റ കൊടുക്കുമ്പോൾ ജാമ്യ എന്ന ഇസ്മിൻ്റെ മലാഹിറുകൾ ഒരു വ്യാഖ്യാനമാണ് ഒരു ഇസ്മിൻ്റെ. ഇപ്പൊ ഒന്നും കൂടി പറയണമെന്ന് പറഞ്ഞാൽ എനിക്ക് പറയേണ്ടിയില്ല. നാലോ 5 മണിക്കൂർ കൊണ്ടിടുന്നത് കാടം കൂട്ടുന്നതാണ്. മിന്നം ഫസിക്കും അർത്ഥം പറഞ്ഞിട്ട് ലക്കതജാക്കും റസൂലും മിന്നം ഫസിക്കും. കാരണം തങ്കളാഴ്ച ഓരോ വിഷയം പറയുമ്പോൾ മിന്നംഫസിക്കും അല്ലെങ്കിൽ അംഫസിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. ഈ അംഫസിക്കും എന്ന കൈതന്തിനാന്ന് ചർച്ച ചെയ്ത് നോക്കുമ്പോഴേക്ക് അത് ക്ലാസ് സമയം മുഴുവൻ അടുത്തിട്ടു. നോക്കാം. പിന്നാണ് പോകുമ്പോൾ വലിയ ആലിമിനെ കാണാൻ പറ്റില്ല. പണ്ട് ഒരു കപ്പൽ ഒരു പുഴയിലെ കൂടി കാറ് വന്ന് വടുന്നില്ല മോശമൊക്കെ തന്നെ വയോവൃദ്ധനെ 98 വയസ്സിൻ്റെ ആളാണ്. വലിയ അപ്പത്തേ ഞങ്ങൾ പോകുമ്പോൾ മായലി നോക്കുന്നു. ഓത്ത് കേൾക്കാനാവുന്നേ തന്നെയാ ഓതണേ. എടീക്കുന്ന ഇല്ല. നോക്കാം. അൽ ഫസ്ലുൽ സാനി ഫീ ഫളിൽ ഇഖ്ലാസ്. ഇഖ്ലാസിന്റെ മഹത്വം. വമാ വറദ ഫിൽ ഹസി അലൈഹി. അതിൻ്റെ മേൽ പ്രേരിപ്പിക്കുന്ന ആയാത്തുകൾ, ഹദീസുകൾ. ഖാല അല്ലാഹു തആല ഫീ കിതാബിഹിൽ അസീസിൽ പറഞ്ഞെന്താ? ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്. ഹക്കുമായി ബന്ധപ്പെട്ട സ്ഥിതിയിൽ അൽ കിതാബിനെ തങ്ങളിലേക്ക് ഇറക്കി തന്നിട്ടുണ്ട്. അൽ കിതാബ് എന്ന് പറയുന്ന ഖുർആൻ, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഫഅ്ബുദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. അതാണ് നമ്മുടെ ചർച്ച. നിങ്ങൾ അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യണം മുഖ്ലിസൻ, മുഖ്ലിസായ രീതിയിൽ. വെറും ഇബാദത്ത് എന്നല്ല പറഞ്ഞത്, ദീനിനെ ഇഖ്ലാസാക്കണം. എന്നിട്ട് പറയുന്ന അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. ഖാലിസായ ദീനാണ് അല്ലാഹു തആലക്ക്. ഖാലിസ് അല്ലാത്തത് അല്ലാഹു തആല വലിച്ചെറിയും. അതിൻ്റെ മാന പറയുന്നത് 2 കലിമത്തിൻ്റെ മാന. ഖാലൽ ഇമാമുൻ നസഫി റളിയല്ലാഹു അൻഹു, അറിയപ്പെട്ട മുഫസ്സിറാണല്ലോ, തഫ്സീറുണ്ടല്ലോ. ഏതാണ്ട് 34 വീതം തഫ്സീർ നമ്മൾ ഇവിടുണ്ട്. ഒറ്റൊന്നാവർത്തനല്ല. അതിൻ്റെ ഓരോന്നിൽ 16 മുജല്ലദിലുണ്ട്, 30 മുജല്ലദിലുണ്ട്. അങ്ങനെ നടക്കുന്ന ഒറ്റ മുജല്ലദുണ്ട്, 4 മുജല്ലദുണ്ട്. ഫഅ്ബുദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ എന്നല്ല ഇപ്പം അല്ലാഹു പറഞ്ഞ. അതിനർത്ഥം എന്താ? മുമഹിളൻ ലഹുദ്ദീന, ദീനിന്. അപ്പം ദീനിൽ എന്തെല്ലാം ഉണ്ട്? ഇസ്ലാമുണ്ട്, ഈമാനുണ്ട്, ഇഹ്സാനുണ്ട്, അതിൻ്റെ പുറോയായ കാര്യങ്ങളുണ്ട്. അപ്പം ഈമാനിൽ എന്തുണ്ട്? ഏറ്റിക്കാതുണ്ട്. ഇതെല്ലാം പാറ്റിപ്പറക്കി ശുദ്ധീകരിച്ചിട്ടായിരിക്കണം പറഞ്ഞത്. അദ്ദീനല്ലേ? ഒരു നിസ്കാരം മാത്രമല്ലല്ലോ ഉണ്ട്, നിസ്കാരത്തിൽ മാത്രം ഇഖ്ലാസല്ലല്ലോ പറഞ്ഞത്, അദ്ദീൻ. അപ്പോൾ ദീനിൻ്റെ മജ്മൂഅ, ദീനിൻ്റെ മജ്മൂഅ എന്നുള്ള ടോട്ടൽ ജില്ലാക്കി കഴിഞ്ഞാൽ എന്താവും? ഇസ്ലാം കാര്യം പറയാൻ കഴിഞ്ഞു. ഇസ്ലാം കാര്യത്തിൽ എന്തെല്ലുണ്ട്? ശഹാദത്ത് കലിമയുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്. അതിൻ്റെ ബാക്കി ഫുറൂഇയാത്തുണ്ടാവും, സദക്ക, അതുപോലത്തെ കാര്യങ്ങൾ. ഇതെൻ്റെ ഉസൂലാണ്. ഈമാൻ കാര്യത്തിൽ 6 കാര്യമുണ്ട്. ബില്ലാഹി വലായികത്തിഹി വകുതുബിഹി വറസൂലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദരി. 6 ഈ 6ൻ്റെ ഫുറൂഇയാത്ത് മൊത്തത്തിലുണ്ട്. പിന്നെ ഇഹ്സാനാകുന്ന തസവ്വുഫ് ഉണ്ടാവും. അപ്പോൾ ഫിഖ്ഹുമായി, അഖീദുമായി, തസവ്വുഫുമായി. ഇതിൻ്റെ ഫുറൂഇയാത്ത് എത്ര പാടുണ്ടാവും? അതിൽ അഹ്വാല കൂടുതലുണ്ടാകല്ലേ. തൗബ, സുഹുദ്, തവക്കുല്, റിളാ, മഹബ്ബത്ത്, സബർ, ഇങ്ങനെ തുടങ്ങിയിട്ട് മുഖ്യമായ 10 ഏതാ ഗസൽ ഇമാം യഹ്യലി പൊള്ളിച്ചത്. 10 ഉള്ളൂ എന്നർത്ഥത്തിനല്ല. ആ 10 കിട്ടിയാൽ അത്യാവശ്യമുള്ളത് കിട്ടിയാൽ ഞാൻ ഫുറൂഇയാത്ത് വേറെ വരും. അപ്പം ഈ ഓരോ പോയിന്റിലും പോകണം ഇത് ഇഖ്ലാസ്.
അപ്പോൾ ഒന്നിൽ ഇഖ്ലാസാക്കി, നിസ്കാരത്തിൽ ഇഖ്ലാസാക്കി, നോമ്പിൽ റിയാദാക്കിയാൽ പറ്റില്ല. സക്കാത്തിൽ റിയാദാക്കിയിട്ട് മസലൻ ഹജ്ജിൽ മറ്റൊന്നാക്കിയാൽ പറ്റൂല. അതാ മുഹമ്മദൻ ലഹുദ്ദീന എന്തിനെ തൊട്ട് മിന ശിർക്ക് വജ്ജിയ. അപ്പം ഷിർക്കേതായി? ഷിർക്കുൻ ആലേ, വലിയ ഷിർക്ക്, ഷിർക്കുൽ അക്ബറായി. റിയാ ഏതോ? അതാ അതെങ്ങനെയാക്കല്? ബി തൗഹീദി, ബി തൗഹീദിന്റെ താഴേക്കടുത്തേക്ക് മിന ഷിർക്ക്. രണ്ടെണ്ണം എന്നല്ല എപ്പനശ്വരം പുറത്തപ്പോൾ രണ്ടെണ്ണം നിരത്തി വെച്ചിട്ട് വേറെ രണ്ടും പറഞ്ഞിട്ട് ആദ്യത്തിന് രണ്ടാമത് ഇതാ ക്രമം. അതുപോലെ തസ്ഫിയത്ത് സിദ്ധി, അതെന്താണ്? റിയാദ്. അപ്പൊ തൗഹീദ് ഉപയോഗിച്ച് ഷിർക്കിനെ തൊട്ടും തസ്ഫിയത്തു സിദ്ധി കൊണ്ട് റിയായിനെ തൊട്ടും എന്താക്കണം? ശുദ്ധമാക്കണം എന്നായി. പറ്റുമോ? അതിന് രണ്ടാമത്തെ ആയത്ത് ഏതാ? അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അതല്ലേ? അതാ ഹുവല്ലദീ വജബ ഇഖ്തിസാസുഹു, അല്ലാഹു തആല ഒരു ഇലാഹാണ്. വജബ ഇഖ്തിസാസുഹു, അവന് പ്രത്യേകമാക്കൽ വാജിബാണ്. ചില ദീൻ എന്നുള്ളത് അല്ലാഹുക്ക് മാത്രം, വേറെ ആളെ കടകടത്താൻ പറ്റില്ല. അതാണ് ബി അൻ തുഖ്ലസ ലഹു ത്വാഅത്ത്. അതാ ത്വാഅത്ത് ഇഖ്ലാസാക്കുക. മിൻ കുല്ലി ശാഇബത്തി ഖദരിൻ, കലറപ്പിൻ്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാത്ത രീതിയിൽ. എന്തുകൊണ്ടാണ്? ലിത്ലാഇഹി, അല്ലാഹു തആല മുത്തലി ആണ്, അറിയുന്നവനാണ്. അലൽ ഗുയൂബി വൽ അസ്റാർ, ഗൈബിൻ്റെ മേലും അസ്റാറിൻ്റെ മേലും അല്ലാഹു തആല പൂർണ്ണമായി അറിയുന്നവനാണ്. അപ്പോൾ എന്ത് കലർപ്പ് വന്നാലും അല്ലാഹു തിരിയെടുക്കില്ല. വഖാല ജല്ലത്ത് ഖുദ്റത്തുഹു വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ. എങ്ങനെ ചെയ്യുന്നത്? മുഖ്ലിസീന ലഹുദ്ദീൻ, അതാ ദീന്. മുഖ്ലിസീന ലഹു സലാത്താന്നോ മുഖ്ലിസീന ലഹു സക്കാത്ത എന്നല്ലല്ലോ പറഞ്ഞത്. ദീൻ മൊത്തത്തിലേക്ക് അത് തന്നെ. ഹുനഫാ, ഹുനഫാ എന്ന ഹനീഫ് എന്നതിൻ്റെ ബഹുവചനമാണ്. ഹനീഫ് എന്ന് പറഞ്ഞാൽ ഹക്കായ ദീനിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചായാൻ പാടില്ല. ആടുന്ന് കുറച്ചെടുത്ത് ഇടുന്ന് കുറച്ചെടുത്ത് ഓറേറ്റിക്കാതെ കുറച്ചെടുത്ത് കുറച്ച് കഞ്ഞിമോലി എടുത്ത് കുറച്ച് ഭഗവാനും എടുത്ത് കുറച്ച് മുത്തപ്പനും എടുത്ത് ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ തൗഹീദുണ്ടിപ്പാ, തൗഹീദ് വന്നിട്ട് അത് കുറച്ചെടുക്കുന്ന ഇങ്ങനെ. അങ്ങനെ ഹുനഫാ പോയില്ലേ? അപ്പം അസ്ലാണ് ഇവിടെ പറഞ്ഞത് ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ. ഇനി ഫുറൂജാത്തുണ്ടെന്ന് വയുഖീമുസ്സലാത്ത വയുഉത്തുസ് സക്കാ. അതിനപ്പുറം വേറെ ബാക്കി വേണ്ടെന്നല്ല. ഇസ്ലാം കാര്യത്തിൽ എന്തായി? യുഖീമുസ്സലാത്തയിൽ അള്ളാഹുമായുള്ള ഖാലിഖുമായുള്ള മാത്രം ബന്ധമേ അതിനുള്ളൂ. സലാത്തിൽ അല്ലാഹ് അല്ലാത്ത വേറെ ബന്ധം വന്ന നമസ്കാരം പൊളിഞ്ഞില്ലേ? ഉപ്പ തന്നെ ഉമ്മ തന്നെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ നമസ്കാരം പൊളിഞ്ഞു. ഇനി എൻ്റെ അപ്പുറം എന്താ ചിന്തിക്കണ്ടീന? അന്നേരം ചോദിക്കും അസ്സലാമു അലൈക്കും അയ്യോൻ്റെ നമസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് തങ്ങളുടെ ഖുസൂസിയത്താണ്. ഈ ഖുസൂസിയത്ത് മറ്റ് നബിമാർക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മറ്റ് നബിമാരുണ്ടാകുന്ന സാഹചര്യമില്ലല്ലോ. ദുഹഫ പറഞ്ഞ് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങുന്ന കാലത്ത് ഒരാളുണ്ട്. അയാൾ നിൽക്കിരിക്കുമ്പോൾ ഈസാ നബി എന്താക്കി? സലാം ചൊല്ലി. അല്ല ഈസാ നബിനോട് സലാം പറഞ്ഞു. എന്നാ വാത്തിലാകോയില്ലെന്ന് ദുഹഫ ചർച്ച ചെയ്തിട്ടുണ്ട്. തങ്ങളെ മുഖ്തസ മാത്രമാണെങ്കിൽ ഈസാ നബിക്ക് ശരിയാവില്ലാന്ന് പറഞ്ഞു. ഉലുല്ലസമാണ്, ഉലുല്ലസമായ മുർസലാണ് അല്ലേ? അപ്പം അത് തങ്ങളെ ഖാസ്, അതൊരു പ്രത്യേകത തന്നെ നിറത്തന്നെ. ആടത്തേക്ക് ചുമത്തണമെന്നാണ് നമ്മളെ വിത്തിര വെയ്ത്തിൻ്റെ എനിക്ക് കിട്ടുന്ന മറുപടി. ഇത് തങ്ങൾക്കുള്ള റുതുബത്തുൽ അലിയാഗാണ് എന്ന് പറയുന്നത്. ആ കുട്ടിശ രഹേറിയത് എനിക്കൊരു ഇപ്പം ബാക്കിയുണ്ട്. പിന്നെന്താ എഴുതിയാൾ അംഗീകാരം കൊടുത്തുകൊണ്ട് ഇമ്മൻ പോയി. അവർക്ക് ഇത്ര എന്ന് പറയുന്നില്ല. അത് നമുക്കൊന്ന് താക്കീതാക്കണം. എനിക്ക് എൻ്റെ വെള്ളിയാഴ്ചൻ്റെ വിത്തിന് ഒരു വരി അത് തൃപ്തികരമായിട്ടില്ല എന്ന് വന്നതുകൊണ്ടാണ് പറയുന്നത്. ഇനി സക്കാത്തിൽ എന്താ ഉള്ളത്? ഒരു ഭാഗത്ത് നിയ്യത്തിൽ അള്ളാഹുമായി വന്നിട്ടുണ്ട്. നിസ്കാരത്തിൻ്റെ ജമിയയിൽ അള്ളാഹു വന്നു. അള്ളാഹു അക്ബർ മുതൽ
ഇവിടുന്ന് ഒന്നിനൊന്നില്ല, മഖ്ലൂക്കിന്റെ ബന്ധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴികെ വേറെ ഒരു മഖ്ലൂക്ക് കയറുന്നില്ല. തങ്ങൾക്കത് അത് വേറെ തന്നെ. മല്ലം യുസല്ലി അലൈക്കും ലാ സലാത്ത ലഹു, തങ്ങളുടെ മേൽ സലാത്തും സലാമും പറഞ്ഞിട്ടില്ലെങ്കിൽ കാര്യമില്ല. അപ്പൊ ഖാലിഖുമായി ഖാസായ ബന്ധം പുലർത്തുന്ന ഒരു അമലാണ് നമസ്കാരം. യൂത്തു സക്കാത്തയിലോ, സക്കാത്ത് എന്നുള്ള നിശ്ചിത സംഖ്യ അല്ലെങ്കിൽ നിശ്ചിത ധാന്യം, പൊന്ന് അല്ലെ വെള്ളുന്നുണ്ട്, ആ സക്കാത്തിന്റെ സാധനം അത് അല്ലാഹ്ക്ക് പോകില്ല. അത് എന്താണ്? ലജനാനല്ലാഹു ലുഹൂമുഹ വലാ ദിമാഉഹ ഉദുഹിയ്യത്തർച്ച്, ചോര ഭൂമിയിലേക്ക് പോയി. ഇറച്ചിയോ നമ്മൾ കൂട്ടാൻ വെച്ച് പൊരിച്ചിട്ടു അടിച്ചു മാറി. പിന്നെ അള്ളാഹ് കൊടുത്തോ? സലീമെന്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്നു ഇപ്പൊ. അപ്പൊ അങ്ങനെ അപ്പൊ ജമ്മുമാർക്ക് ഒപ്പം കിട്ടിയത് കിട്ടും നല്ലത്. അപ്പൊ അവിടെ കിട്ടുന്ന എന്താന്ന്? ഒലാക്കി ജനാലുഹു തഖ്വ, അള്ളാഹുമായി നിങ്ങളെ കൂട്ടിയെടുക്കുന്നത് തഖ്വയാണെന്ന്. ഇഖ്ലാസ്. അതില്ലാത്ത കാലത്തോളം ഇത് സാധാരണ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഇറച്ചി അല്ലേ? മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ നഷ്ടം കൂട്ടുമ്പോൾ വാങ്ങുന്ന ഇറച്ചിക്ക് ഉദുഹത്തിന്റെ വായിലുണ്ട. ഉദുഹത്തിനെ കുറ്റം പറയാൻ പാടില്ല, ഹൈബ് പറയാൻ പാടില്ലല്ല. വാസന എന്ന് പറഞ്ഞാൽ വെച്ചിരിക്കാൻ പാടില്ലല്ലോ. അകം വെച്ച് നമ്മൾ തക്സീർ കൊണ്ടല്ലേ വാസന വരുന്നത്. അതിന്റെ ഹുർമത്തിനെതിരാകുന്ന പ്രവർത്തനം അതിനെ കൊല്ലിനും പറ്റില്ല, രുസുവിനും പറ്റില്ല. നമുക്ക് അർത്ഥത്തിൽ കിട്ടുന്ന രുസാണ്. അത് കുറ്റം പറയത്തക്ക രീതിയിൽ കൂടുതൽ വെച്ചിരുന്നിട്ട് എന്താക്കാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ കബറ് മറമാടി, ഈ കബർ തുറക്കാൻ പാടില്ല. പ്രത്യേക ലറൂറിയായ ആവശ്യങ്ങൾക്ക് തുറക്കലുണ്ട്. എപ്പോൾ അതിന്റെ വാജിബാന്ന് തകയ്യുറായിട്ടില്ലെങ്കിൽ തകയ്യുറാകും എന്നുള്ള പ്രതീക്ഷയുള്ള കബർ തുറക്കാൻ പറ്റൂല അല്ലേ? എന്തുകൊണ്ട്? ഇത്ര നാളൊരു മോമിനായ മുസ്ലിമായ മനുഷ്യനുണ്ടാക്കി നമുക്ക് ഒളിപ്പിച്ച് ആദരിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ആദരവോടെ കൊണ്ടുപോയി അല്ലേ? കബറൊക്കെ തോന്നുമ്പോ അപ്പൊ അവന് ഇഹാനത്താക്കലല്ലേ ഇത്? അത് ആവശ്യത്തിലെത്തിക്കാൻ പാടില്ല. കൂടുതൽ വെച്ച് എന്നിട്ട് തകയ്യൂറാകാൻ പാടില്ലല്ലോ. അതാണ് അവിടെ പറഞ്ഞത്. ഹിദായിൻ്റെ കഫാറത്തിൻ്റെ ഫിദിയക്ക് വേണ്ടി ഇറക്കുന്നുണ്ടല്ലോ ഹജ്ജിന്റെ ഭാഗം. ഫിദിയ എന്തിനാണ്ടാവില്ലേ പറഞ്ഞ? ഒന്ന് ഇഹ്റാമിന്റെ ദാത്തിന്, എവിടെ? തമത്തൊഴിനും ഖിറാനിനും എനിക്ക് തിരിയുന്നുണ്ടാവും. മറ്റൊന്നോ ഇഹ്റാം കെട്ടി, അതെന്താണ് നിരുപാധികം കൊടുക്കണം. തമത്തൊഴിന് ഇഹ്റാം കെട്ടിയാലും ഫിദിയ കൊടുക്കണം, ഖിറാനിന്റെ ഇഹ്റാം കെട്ടിയാലും കൊടുക്കണം. എനിക്ക് തമത്വം എന്ന് പറഞ്ഞാൽ തിരിയുന്നില്ല. തമത്വം എന്ന് പറഞ്ഞാൽ ആദ്യം ഉംറ ചെയ്യും, ഏറ്റവും കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം എന്താക്കും? പിന്നെ ഹജ്ജ് ചെയ്യും. അപ്പോൾ ഉംറ ശേഷം ഹജ്ജ്, അതിന് തമത്വം. അതെ, അത് മീക്കാത്തിൽ പോകാത്തത് കൊണ്ടാണല്ലോ എനിക്ക് ആകാം. അപ്പോൾ എനിക്ക് വലിച്ചാവുന്നില്ല ഇനി ഇല്ല. അതുപോലെ തന്നെ കിറാൻ നമ്മ പണി ചുരുങ്ങി, അതായത് ഹജ്ജും ഉംറയും കൂടെ ഒറ്റ പണി തീർക്കല്. അപ്പോൾ പണി ലാഭം കിട്ടി. അതെ. പിന്നെ ഏതാ വിധി വരിക? വാജിബാത്ത് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ മുഹറമാത്ത് ചെയ്യുകയോ ചെയ്താൽ എന്താക്കണം? ഫിദിയ വരിക. ഈ ഫിദിയ എവിടുന്നാണ്? അറുക്കലും വിതരണം ചെയ്യലും ഹറമിൽ വെച്ച് തന്നെ ആയിരിക്കണം എന്നാണ് ഫിഖ്. അറുക്കലുമാണ്. അപ്പൊ ഹറമിന്റെ പരിധിക്ക് പുറത്തു പോയാൽ പറ്റില്ല. ഹറമിലുള്ള ഫുഖറാണ്, അത് വേറെ നാട്ടുകാരോ ആയിക്കോട്ടെ, അവിടെ ഉള്ള നാട്ടുകാരായ നിരക്കില്ല. ബംഗ്ലാദേശിൽ നിന്നോ കേരളത്തിൽ നിന്നോ പോയ ഫക്കീറന്മാരായാലും കൊടുക്കാം. അവിടെ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറുക്കൽ പുറത്തുണ്ട് അറിവ്. എന്നിട്ടെന്താക്കി? ആ ഇറച്ചി കൊണ്ടുവന്നു. എന്നാൽ ഫ്രഷായിട്ട് കൊണ്ടാണെങ്കിൽ പറ്റുമല്ലോ. അപ്പം അതിൻ്റെ രുചിക്കോ മണത്തിനോ തകയ്യൂർ വരാത്ത രീതിയിലാകുമെങ്കിൽ അപ്പം എന്താണോ അർത്ഥമാണ്? ഉടനെ കൊണ്ടുവരേണ്ടി വരും. തകയ്യൂറായെങ്കിലും കൂട്ടില്ല, ആക്ക് ഉപകരിക്കില്ലല്ലോ. ഇല്ല
പോട്ടെ. അപ്പോൾ ജനങ്ങളുമായി ബന്ധിക്കുന്നത് ഏതാണ്? സക്കാത്തിൽ കിട്ടും. പക്ഷേ അവിടെ നിയ്യത്തൊരു കണക്ഷനുണ്ട്. നമസ്കാരത്തിൽ എല്ലാ പ്രവർത്തനത്തിനും കണക്ഷനുണ്ട്. റുക്കുവായിട്ട് ജനങ്ങൾക്ക് ബന്ധമില്ല, സുജൂദിനും ബന്ധമില്ല, അത്തഹിയാത്തിനും ബന്ധമില്ല. എന്നിട്ട് പറഞ്ഞു വദാലിക ദീനുൽ ഖയ്യിമ, ചൊവ്വായി നിൽക്കുന്ന ദീൻ അതാണെന്ന്. കയ്യിമ് എന്ന് പറഞ്ഞാൽ എവിടെയും വളവും തിരിവൊന്നും വരാതെ നേരെ ദീനൻ കയ്യമൻ, ദീനൻ കയ്യമൻ. അതാണ് റബ്ബി ദീനൻ കയ്യമൻ മില്ലത്തെ ഇബ്രാഹിം. അതിലെവിടെയും വളവില്ല. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഒരു ഇവജുല, നേരെ, കുണ്ടില്ല കുയ്യില്ല, വളവില്ല തിരിവില്ല, 90 ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും ചായൂല, ഇഫ്രാത്തുമില്ല തഫ്രീത്തുമില്ല, ഇടത്തോട്ടും പോകില്ല വലത്തോട്ടും പോകില്ല. ഇതാ ദീനിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പേര് വന്നത്, ദീനൻ ഖയ്യിമൻ എന്ന് പേര് വന്നത്. അപ്പം മറ്റുള്ള അമാലില്ല എന്നല്ല, പ്രധാനപ്പെട്ട ഖാലിഖ് മാത്രമുള്ളതും മഖ്ലൂഖുമായി ബന്ധമുള്ളതുമായ ഒരു ശിക്ഷണീന്നേ ഉള്ളൂ. ഇബാദില്ലാഹി സാലിഹീൻ അല്ലേ അവിടെ എന്താ പ്രശ്നം? അതിലിപ്പം നമ്മൾ സംസാരിച്ചത് നമ്മളിപ്പോൾ അതാദ്യം പറഞ്ഞു തീർത്തിട്ടുണ്ട്. എന്നിട്ട് ഈസാ നബിക്ക് സലാം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചർച്ച വരെ ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ഇനി വഖാല തആല വയുത്ഇമൂന അത്ത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. തആമിനോട് ഹബ്ബുണ്ട്, വിശപ്പുണ്ട്, ആവശ്യമുണ്ട്. ചിലതുണ്ടാക്കും ഒന്ന് വയറെന്ന് പറഞ്ഞതിന് ചാടാൻ കഴിയുമോ എന്നിട്ട് അപ്പത്തിപ്പത്തെല്ലാം കൊടുത്തേപ്പാന്ന് പറഞ്ഞു. ആ അവസ്ഥയല്ല. ആർക്കെല്ലാം കൊടുക്കുന്നത്? മിസ്കീന് കൊടുക്കും, യത്തീമിന് കൊടുക്കും, അസീറിന് കൊടുക്കും. ഇത് ഈ പ്രകാരം ചെയ്തതാരെന്ന് ഫാത്തിമ ബീവി അലിയാർ തങ്ങൾ കൂടി. പക്ഷേ അവിടെ ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ല. അപ്പോൾ യുത്ഇമൂന എന്നുള്ളത് ഫിഅലാണ് അല്ലേ? ഇന്നമാ നുത്ഇമുക്കും എന്നുള്ളത് കൗലാണ്. ഫിഅലും കൗലും തമ്മിൽ മനസ്സിൽ വരുമ്പോൾ കായിലീന എന്നവിടെ കൂട്ടിക്കൊടുക്കും. അല്ല പണ്ടേ പറഞ്ഞ അല്ലെങ്കിൽ പിന്നെ കൂട്ടിച്ചേർക്കാൻ കഴിയില്ലല്ല, ഒരു അടാച്ചിട്ട് വേണോ. അപ്പോൾ ഇങ്ങനെയാണ് ആ പറച്ചലേത് നാവ് കൊണ്ടും ആവാം, കൽബ് കൊണ്ട് ഉണ്ടാവുമല്ലോ. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയാണ് നാം ഭക്ഷിപ്പിക്കുന്നത്. കണ്ടാണ്. അപ്പോൾ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ എന്ന് കൂട്ടി വായിച്ചാൽ അത് കൗലി തന്നെയാണ് വരുന്നത്, കൽബി മാത്രമല്ല. ലിവജ്ഹില്ലാഹി കൽബി എല്ലാം മനസ്സിൽ കേട്ടതാണ്. ലാ നുരീദു മിൻകും എന്ന് പറഞ്ഞാൽ അവിടെ മുഖാത്തബികൾ കേൾക്കൂലല്ലോ, കൗലി. ഇതാണ് നിബത്തുള്ള തങ്ങളെ പല ജാഗ്രത തന്നപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫാത്തിഹ ഓതാൻ പറ്റും ബാണാന്നെല്ലാം ചോദിച്ചു. നിങ്ങൾ ശേഖന്മാർക്ക് പല ഇതിലുണ്ടല്ലോ, ഹൽറാത്തി ഞങ്ങൾ നിങ്ങളോടത് ആവശ്യപ്പെടില്ല, നമ്മൾ ഫാത്തിമ ബീവിൻ്റെ മക്കളാണ്. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ എന്നതാണ് നമ്മളെ പാരമ്പര്യം. പക്ഷേ നമ്മൾ എല്ലാ ദുആയിലേക്കും ഫുഖറാക്കളാണ്. നിങ്ങൾ തന്നെങ്കിൽ വന്നു വേണമെന്ന് പറയൂല, തന്നാൽ വേണ്ടെന്നും പറയൂല. നമ്മൾ ഫുഖറാക്കളാണ് എല്ലാവരും ദുആയിലേക്കും. എന്താ പറച്ചല്? അപ്പം നിങ്ങളെ വാക്കുകളിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം കിട്ടാനോ അല്ലെങ്കിൽ നന്ദി രേഖപ്പെടുത്താനോ നമ്മൾ എന്താക്കുന്നില്ല, ചോദിക്കുന്നില്ല. وقال جل ذكره فمن كان يرجو لقاء ربه, റബ്ബിൻ്റെ ലിഖാഅ് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹായ അമൽ ചെയ്തു കൊള്ളണം. അപ്പം ഈമാനുണ്ട്. സാലിഹായ അമലിന് ആമിന് ഈമാൻ ആദ്യം പെട്ടല്ല, നേരത്തെ പെട്ടത് തന്നെയാണ്. പക്ഷേ ഈമാനിൻ്റെ പ്രാധാന്യം കൊണ്ട് അത് പ്രത്യേക കാര്യമായിട്ട് എടുത്തു വെച്ചത്. മൻകാന അതുമ്പല്ലേ ജിബ്രീൽ എന്നിട്ട് മലായികത്തിന് ശേഷം എടുക്കും. മലായികത്ത് ജിബ്രീൽ പെട്ടില്ലേ? അതോ എങ്ങനെ അമൽ ചെയ്യണം? വലാ യുശ്രിക് ബി ഇബാദത്തി റബ്ബിഹി, റബ്ബിൻ്റെ ഇബാദത്തിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ പാടില്ല അഹദൻ, ആര്.
عن مجاهد رحمه الله قال في هذه الآية പറയുന്ന വ്യാഖ്യാനത്തിൽ جاء رجل إلى النبي صلى الله عليه وسلم തങ്ങളിലേക്ക് റജുൽ വന്നു فقال يا رسول الله إني أتصدق بصدقة ഞാൻ ഒരു സദഖ കൊണ്ട് സദഖ ചെയ്യും فالتمس بها وجه الله تعالى അള്ളാഹിൻ്റെ വജഹ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പക്ഷെ അക്കൂട്ടത്തിൽ അത് ഖൈർ കൊണ്ട് പറയപ്പെടണമെന്നൊരു ഇഷ്ടമുണ്ട്. അയാൾ സദഖ കൊടുത്തിട്ടുണ്ട്, അപ്പം ബഖീലാന്ന് പറയാൻ പാടില്ല, സദഖ കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, കരുത്തിലില്ല, എന്നാൽ അതും വേണ്ടെന്ന് പറയുന്നു. നേരിട്ട് فنزل قوله تعالى അല്ലാഹുവിൻ്റെതായ ആയത്തിറങ്ങുന്നു فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. അതാണ് അതിന് എന്ന സബബ് നുസൂൽ പറഞ്ഞു. അപ്പോൾ ഖൈറ് പറയപ്പെടൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ദമ്മ് പറയപ്പെടുന്നത് ഇഷ്ടമില്ല എന്ന് വരും. അപ്പൊ മദഹിലേക്കോ റബ്ബിലേക്കോ ഇത്തിഫാത്ത് ഉണ്ട് എന്നാണ് ചെറിയൊരു ഷായിബത്ത് വന്നു. അതിപ്പോൾ ക്യാൻസലാക്കിയത്. ഖൈറ് വരട്ടെ ഷർറ് വരട്ടെ, ആരിപ്പം കൊടുത്ത് ഓരെന്ത് ബഖീലാണ്, ഇത് കൊട്ടും കൊടുത്തിട്ടില്ല പറഞ്ഞിട്ട്. അപ്പൊ മദഹിലേക്കോ റബ്ബിലേക്കോ ഒന്നും നോക്കുന്നില്ല. പയക്കോന മദ്ഹുമു വദമ്മുഹുമു സവാന അത് കീൽ പറഞ്ഞതാണ്. ഇപ്പൊ അരിയാന്ന് ഇവിടെ മുറത്തിരിക്കുന്നു. قال سيدنا الإمام عبد الله بن حسن بن طاهر رضي الله عنهم إن الإنسان إذا تصدق بصدقة ഒരു മനുഷ്യൻ ഒരു സദഖ ചെയ്ത് ഔ ഫഅല മഅറൂഫൻ മഅ അഹദിൻ അല്ലെങ്കിൽ ഒരാളോട് ഒരു നല്ല കാര്യം ചെയ്തെന്ന് വെച്ചാൽ അയാളെ സഹായിക്കുകയോ അയാൾക്ക് എന്തെങ്കിലും ഖിദ്മത്ത് ചെയ്യുകയോ എല്ലാം ചെയ്ത് ലാ യൻദുറു ഇലാ ദാലിക ശഖ്സി എന്നിട്ടോ ഇയാൾ ആ ശഖ്സിനെക്കുള്ള നോക്കുന്നില്ല. ഏത് ശഖ്സ്? അൽ മുഹ്സനി ഇലൈഹി, ആരിലേക്കാണോ. അപ്പം നേരത്തെ പറഞ്ഞതിൽ യതീം, മിസ്കീൻ, അസീർ ഓറ് എന്ത് പ്രതികരണം ചെയ്യുന്നു നോക്കുന്നില്ല. ജസാവും തരൂല, സുഫൂറും ചെയ്യൂല. വലാ യർജൂ മിൻഹു മുകാഫഅതൻ, അതിന് പകരം അവൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ കച്ചവടം ഇല്ലേ. പിന്നെ ഇതിലാണ് നോക്കുന്നത് ബൽ യൻദുറു ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്ക് നോക്കുന്നു. വ മഹബ്ബതിഹി ലിദാലിക്, ഈ ചെയ്ത കാര്യം അല്ലാഹു തആല മഹബ്ബത്ത് വെച്ചിട്ടുണ്ട് എന്ന് നോക്കുന്നു. വയത്തലബ് സവാബമിന്നു, സവാബ് അവൻ്റെ വെക്കുന്ന തേടുന്നുണ്ട്. അപ്പം ഇയാൾ നല്ലൊരു അവസ്ഥയിലേക്കുണ്ട്. വമൻ സദഖ മഅല്ലാഹി ഫീ ജമീഇ അഫ്ആലിഹി, അപ്പം ഇവൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ഇതേമാതിരി സാധിക്കായി. ലം യദുർറഹു മദ്ഹുൽ ഖൽഖി, പടപ്പുകൾ മദ്ഹ് ചെയ്തത് കൊണ്ട് എനിക്കൊരു കുറവുമില്ല. പറയുന്ന ആൾ പറഞ്ഞോട്ടെ, അപ്പം ഇവൻ്റെ കൂലി വാർത്തകളൊന്നും ചെയ്യില്ല. അതേപോലെ ദമ്മുഹും, അവർ എന്താകില്ല ആക്ഷേപിച്ചതുകൊണ്ടും എനിക്കത് ആക്ഷേപിച്ചുകൊണ്ട് ദുഃഖവുമില്ല. കാരണം ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ട് ജനങ്ങൾ ആക്ഷേപിക്കുകയല്ലേ ചെയ്തേ, അതാണ് തൊട്ട് ബലെന്താണ് ബൽ യസ്തവി ഇൻദഹു, മദ്ഹും ദമ്മും രണ്ടും സമൂഹം. അപ്പൊ കൊടുത്തതിന് ഞാൻ മിങ്കും ജസാ വലാ ശുക്കൂറാന്റെ ബാബായി കാണുന്നത്. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, നിങ്ങളെ മക്കളിൽ നിന്ന് എന്താക്കൂല, ജസാവും ചെയ്യൂല, ശുക്കൂറും വേണ്ട. وعن أبي أمامة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الله لا يقبل من الأعمال, അല്ലാഹു തആല അഅമാലിൽ നിന്ന് സ്വീകരിക്കൂല ഇല്ലാ മാ കാന ഖാലിസ, ഖാലിസ് അല്ലാതെ ഹലാലില്ലാഹി ദീനുൽ ഖാലിസ്, ഖാലിസ് ആവണം. ഒബുത്തുഗിയ ബിഹി വജ്ഹുഹു, അവൻ്റെ വജ്ഹ് അതായത് അവൻ്റെ റിദ്വാൻ ആഗ്രഹിക്കപ്പെടുകയും ചെയ്തതല്ലാതെ അല്ലാഹു സ്വീകരിക്കൂല. ഏത് ബിഹി അമലുണ്ട്, അതെ. ആ മാക്കാന അല്ല ആമാലി. അപ്പം നമീറിന് മറിയില്ല എന്നാണ് പറയുന്നത്. അപ്പം ലാ യഖ്ബലു മിനൽ ആമാലിന്ന് തിരിഞ്ഞാൽ മതിയല്ല.
ദമീറിന് നിർക്കുന്നതിന് ദമീർ വേണമെന്നില്ല, മർജി വേണമെന്നില്ലല്ലോ. ഏതിലോ ഹുവ അക്രബലിത്തക്കുവ, ഏതിലോ നിങ്ങൾ നീതി പ്രവർത്തിക്കുകയും ഹുവ എന്ന് പറഞ്ഞാലോ നിങ്ങളോട് പ്രവർത്തിക്കാൻ പറഞ്ഞ നീതി അക്രബലിത്തക്കുവ എന്ന് അങ്ങോട്ട് പറഞ്ഞില്ലേ. പിന്നെ ചോദ്യം എനിക്ക് മനസ്സിലായില്ലേ? മാക്കാന ഖാലിസിലേക്ക് കൊടുക്കിക്കൂടാ. എന്തുകൊണ്ട് ആവർത്തനമില്ലേ? മാക്കാന ഖാലിസൻ തന്നെയാണല്ലോ മുത്തിഹാബിഹി വെച്ചു. അപ്പൊ ഖാലിസായതും എന്ന് പറഞ്ഞ മതിയാവില്ലേ? പിന്നെ وعن حذيفة رضي الله عنه قال أسنت النبي صلى الله عليه وسلم തങ്ങളെ ഞാൻ ചേർത്ത് പിടിച്ചു. അടുത്തേക്ക് അതിലെന്നെ നെഞ്ഞിലേക്ക് തങ്ങളെ فقال തങ്ങളെന്ന് പറഞ്ഞു من قال لا إله إلا الله ابتغاء وجه الله, അള്ളാഹുവിൻ്റെ വജഹിനെ കാക്ഷിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു അയാൾ പറഞ്ഞു. എന്നൊന്നും പറഞ്ഞില്ല, അത്രയും. ഖുതിമ ലഹു ബിഹ, എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു കൊണ്ടെന്താക്കും അവനെ സമാപിപ്പിക്കപ്പെടുന്നതാണ്. കലിമത്തിലയച്ച് അവൻ നേടിയല്ലോ. ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കയറി. വമൻ സാമ യൗമൻ, ഒരാളെ നോമ്പ് നോറ്റ് ഇബ്തിഗാഅ വജ്ഹില്ലാഹിക്ക് വേണ്ടി ഖുതിമ ലഹു ബിഹി ദഖലൽ ജന്ന. ഇനി വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ഖുതിമ ബിഹാ ദഖലൽ ജന്ന. അപ്പോൾ മൂന്നമലായി പെണ്ണിയത്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന തൗഹീദായി, പിന്നെ അടുത്തതോ ഒരു നോമ്പ്, പിന്നെ ഒരു സദഖ. وعن معاذ بن جبل رضي الله عنه قال يا رسول الله أوصني, എനിക്ക് വസിയത്ത് പറഞ്ഞതാ. قال أخلص نيتك يكفيك العمل القليل. കണ്ടോ, നിന്റെ നിയ്യത്തിനെ നീ ഇഖ്ലാസാക്ക്, എന്നാൽ എന്തുണ്ട്, കലീലായ അമല് മതി. കുറേ അധികം ബാക്കി കൂട്ടണമെന്നില്ല, ഉള്ളതിൽ ഇഖ്ലാസ് ഉണ്ടായാൽ അത് മതി എന്നാണ്. അഖ്റജഹുൽ ഹാക്കിം ഫിൽ മുസ്തദ്റക്. അതാ അഫാദ ഹാദൽ ഹദീസ് ശരീഫ്. ഇത് മുആദ് തങ്ങളോട് പറഞ്ഞ് ഈ ഹദീസിന്റെ ഫായിദയാ പറയുന്നത്. അന്നൽ ഖലീല മിനൽ അമൽ, അമലിൽ നിന്ന് ഖലീലായ ഒരു അമൽ. പക്ഷെ എന്ത് വേണം, അതിന് വേണ്ടുന്നെല്ലാം കൊടുക്കണം. അതിനാണല്ലോ ഇഹ്സാനാക്കൽ എന്ന് പറയുന്നത്. ഇഹ്സാനും അതുപോലെ തന്നെ എന്താ പറയല്, അഹബത്ത് ചെയ്യുന്ന അമലിലാണ് അഹബത്ത് ഉണ്ടാവില്ലേ. തർക്കിന്റെ വിഷയത്തിലാണ് പറയേണ്ടത്, രണ്ടും രണ്ടാണ്. ഒരു സാധനം വർജിക്കുകയാണെങ്കിൽ, ഒഴിവാക്കുകയാണെങ്കിൽ, അത് ഒഴിവാക്കൽ എന്നുള്ളതിന് പുറമെ അത് അതിൻ്റെ മുബാലക, അതിനകത്ത് അതിനും അസറും പോകത്തക്ക രീതിയിൽ ഒഴിവാക്കലാണെന്ത് മുറ. ഒരമൽ ചെയ്യുമ്പോൾ അതിനെന്തെല്ലാം കൂട്ടിപ്പിടിക്കണം. അഹമ്മദ് സാൽ ഒന്നൂര് മാത്രം 100 സുന്നത്ത് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. എണ്ണി നോക്കുമ്പോൾ 100 വരുന്നുണ്ട്. മുങ്കൈ കഴുകല്, വിഷ്ണു ചെല്ലല്, വിഷ്ണു ചെല്ലല്, മൂക്കിൽ വെള്ളം കയറ്റല്, അത് ചീച്ചല്, പല്ല് ഉടക്കല്, ഇതെല്ലാം മറ്റു എണ്ണി എടുക്കുമ്പോൾ 100 ഒറ്റ ഒന്നുമില്ല. നമ്മ അറിയാണ്ടിൻ്റെ ബിന്ദുണ്ടത്. അതാണ് അഹബത്ത്. അതായത് ഇതിനെ പരിപോഷിപ്പിക്കാൻ, ഇതിനെ ഫോർട്ടിഫൈ ചെയ്യാൻ എന്തെല്ലാം ചേർക്കാനുണ്ട്. അത് അമാല് കൊണ്ടും ചേർക്കാം, ജമാൻ കൊണ്ടും ചേർക്കാം. അബ്ബുൽ വഖത്തും ആഖിറുൽ വഖത്തും നോക്കിയതാ അഫ്ളലി അബ്ബുൽ വഖത്ത്. അതുപോലെ തന്നെ സ്ഥലം പള്ളിയിൽ വെച്ചായാലും പള്ളിക്ക് പുറത്തായാലും വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ജമാൻ കൊണ്ടും മക്കാൻ കൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ടും എല്ലാം എന്താ അത് മക്റൂഹാത്തല്ല ഒഴിവാക്കലും പെട്ട് എല്ലാം കൂട്ടിയാൽ എന്തായി ചെറിയൊരു അവനുള്ളിലുണ്ടാവും. അപ്പം അമല് ഉപ്പിട്ട മതിലുണ്ടാവും. അതിലെ പണ്ട് അമാരിഫിന് ഉദാഹരണം തന്നെ ഉപ്പ്, പൊടിൻ്റെ അളവ് ആദാമാണ്. ഇതെല്ലാം ചെത്തിക്കളഞ്ഞാലേ എന്ത് കിട്ടുള്ളൂ, അമലിന് ഭാഗത്ത് കിട്ടുള്ളൂ. അതാ പറയുന്നത് ആ ചെയ്യപ്പെടുന്ന അമല ലാസിമത്തായ എല്ലാ ഹക്കും കൊടുത്ത്. ബാത്തിനായ മാനി എന്താക്കണം, അത് കൂട്ടി ഉറപ്പിക്കുമ്പോൾ. അപ്പൊ ഗഫലത്തിലാവാതെ കണ്ട് ഇതെന്തിനാണ് ഇങ്ങനെ ഫദായിൽ എന്താന്ന്. അപ്പൊ ഞാന്ന് പറഞ്ഞില്ലേ, ഇസ്ബാഖാക്കുന്നു. ഒന്ന് ഇസ്ബാഖാക്കുമ്പോൾ എന്താണ് സംഭവിക്കല്, മാനുൽ ബാത്തിൻ എന്താന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് അലാ ദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ
വയർഫഉ ബിഹി ദറജാത്ത്, ഖതീയത്തിനെ അല്ലാഹു തആല കഴുകിക്കളയും, മായ്ച്ചു കളയും, അതിന് അസറ് പോലും ബാക്കി ഉണ്ടാവില്ല. അതുപോലെ ദറജാത്ത് ഉയർത്തും. അതിനുതകുന്ന ചില കാര്യം പറഞ്ഞെത്തിയോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞു വരുന്നു, ഇത് ബാക്കി പഠിച്ചോ. ഖാലൂ ബലാ യാ റസൂലല്ലാഹ് ഇസ്ബാഖുൽ വുളൂഇ അലൽ മക്കാനി. ഒന്നു കൊടുക്കാൻ ശരീരത്തിൽ വെള്ളം തൊടാൻ മടിക്കുന്ന സമയത്തുണ്ടാവും മടി. ഇത് തണുപ്പിലുണ്ടാകുമ്പോൾ പച്ചത്തണ്ണത്ത് ഒന്നും ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം തന്നെയാണ്. വയനാട്ടിലും പോയാൽ എങ്ങനെയെങ്കിലും തൊട്ട് കത്തിച്ച് ഒപ്പിച്ചതല്ല. അത് വേണ്ട അലൽ മക്കാനി. അപ്പോൾ നമ്മ എന്താക്കണോ? ഒന്ന് ഇസ്ബാഖാക്കുമ്പോൾ എൻ്റെ ആ 2 കാര്യം കിട്ടണമെന്ന് ഇതല്ലോ. മഹബുൽ ഖതായ റഫഉ ദറജാത്ത്, അതാണ് അൻ മആനിഹിൽ ബാത്തിന. ഇത് വെറും കകലല്ല, ഞാൻ അപ്പിച്ചങ്ങോട്ട് കൈ കഴിഞ്ഞാൽ ഇവിടെ ശുദ്ധീകരണം കിട്ടുന്നു. അപ്പൊ ലാഹിറായ കകല് ബാത്തിനായ കകലായി മാറി. മനസ്സിലാകുന്നുണ്ടോ? അതാ എന്തെല്ലാണ് മിനൽ ഇഖ്ലാസി, ആ മആനിഹിൽ ബാത്തിനാണത്. മിനൽ ഇഖ്ലാസിനില്ല, അല്ലാഹു തആലാക്കൽ ഇഖ്ലാസിനാൽ. വൽ ഹുളൂറി മഅല്ലാഹ്, അല്ലാഹുവിനോടൊപ്പം ഹുളൂർ. അപ്പൊ കൽബോടലോ ചിന്തിക്കാൻ പാടില്ല, ഇന്നല്ല നമുക്ക് തരുന്നു. അത് കസീറുൻ ഇൻദല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ അടുക്കലത്തെ ഈ അമലെന്തായി കസീറായി മാറിയെന്ന്. എന്തൊരു കാര്യമാണ് പറഞ്ഞു നോക്കണം. ഇങ്ങനത്തെ ഒരു കിതാബ് ലോകത്തിറങ്ങിയതിനിപ്പം ഇതെല്ലാം ഓതല അല്ലാതെ തോഫീക്ക് വെച്ചാന്ന് ഉപയോഗപ്പെടുത്തൽ നമ്മളെ കടമയെന്ന്. അല്ലാഹ് വന്നിട്ട് നിർബന്ധിച്ച് ചോദിക്കൂല, ഇരിക്കടാന്നെല്ലാം പറഞ്ഞിട്ട് അടിയും കുത്തൽ നിന്നിട്ട് സ്വീകരിക്കൽ നമ്മളെ കടമ. അന്നേരം ചോദിക്കും ചിലയാളാന്നാ കയറ്റുന്നത്. അതിപ്പം മംഗലത്തിന് വിളിക്കുമ്പോൾ കാണുന്നില്ലേ, എല്ലാവർക്കും കത്തടിച്ച് എല്ലാവരും വെന്നേന്നോട്ട് വിട്ടു. ഇവർക്ക് വേണ്ടി ബിരിയാണിയും തയ്യാറാക്കി, അൽഫിയും തയ്യാറാക്കി, ഫ്രൂട്ടും തയ്യാറാക്കി എല്ലാം ആക്കിയിട്ടുണ്ട്. ഇനി വരുത്താരെ കടമ ഓം വരാഞ്ഞാൽ മംഗലക്കാരൻ്റെ ഉത്തരവാദിയാ. പക്ഷെ ചിലയാളെന്താക്കും, തങ്ങൾ പാപ്പാനെ കാറും കൊടുത്തയച്ചു ഓരോ കൂട്ടിയിട്ട് വന്നു സ്പെഷ്യലി. എന്നിട്ട് എന്താക്കും, ചിലപ്പോൾ ഇതിനേക്കാണ് ചിലപ്പോൾ സ്പെഷ്യലി ഭക്ഷണം ഓർക്ക് അനുയോജ്യമായ ഭക്ഷണം. ആയമായ ഭക്ഷണത്തിൽ ചിലപ്പോൾ അനുയോജ്യമായിക്കൊള്ളുന്നില്ല. എല്ലാവർക്കും മധുര പലഹാരം വിതരണം ചെയ്യുമ്പോൾ എനിക്ക് പഞ്ചാര ഉണ്ട്, ചായപ്പൊടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഓനിക്ക് അവിടെ കുറച്ച് ആക്കുണ്ടാവും. പക്ഷെ അതിട്ട് ക്ഷണിച്ചുകൊണ്ടാന്നിട്ട് എനിക്ക് വിത്തവിട്ടാ വേണ്ടതെന്ന് അത് അവർ തന്നെ കൊടുക്കും. അപ്പം അത് സ്പെഷ്യലുണ്ട്. ആ സ്പെഷ്യലിനാണ് കാറ് കൂട്ടി അയച്ചാൽ ഒരു ബിലും ഇത് കാറിൽ തന്നെ പറഞ്ഞേക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് ഈ ഫീൽഡും. ടോപ്പിക്ക് അങ്ങ് വെച്ച് വളമ്പി തന്നെടുത്തോ. ചിലരെന്താക്കും മുവഫഖീങ്ങളായിട്ട് എന്താ കാറും കൊടുത്ത് അയച്ചിട്ട് നീ ഇരിക്കില്ല വൈമാമ് പിരിഞ്ഞു പോകാൻ ചിലപ്പോൾ ചെറിയൊരു മനസ്സ് തോന്നിപ്പോയില്ല, വിട്ടില്ലല്ല. നബിമാമ എല്ലാം പഠിച്ച് പാസ്സാക്കി കഴിഞ്ഞതിന് ശേഷം ജീവിക്കാൻ എന്തെങ്കിലും വേണ്ടേന്ന് പറഞ്ഞിട്ട് വൈദ്യ ചികിത്സ അത് ജനങ്ങൾക്ക് വലിയ ഉപകാരം ചെയ്യുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വൈദ്യം തുടങ്ങാൻ ഞാൻ ഈ സാധനങ്ങളെല്ലാം വൈക്കൊണ്ടേച്ച് പിന്നെ നോക്കുമ്പോൾ മൂപ്പർക്കാകാൻ എല്ലാം മനസ്സ് ചുരുങ്ങിയിട്ട് കാണുന്നു. എനിക്ക് ബാന്ന് നിസ്കാരത്തിലൊന്നും ഒരു താല്പര്യമില്ല കുറച്ച് സമയത്തേക്ക്. അപ്പം ഞാനെന്താ തെറ്റ് ചെയ്തെന്നിട്ട് മൂപ്പർ കരച്ചിലും വിളിയാക്കരുത് എന്നപ്പോൾ അതാ മനാമിൽ വരുന്നത്. ഞാൻ വൈദ്യനായിട്ട് നിങ്ങൾ മരുന്നും വയ്യും കഷാവാരിച്ചം കൊടുക്കാൻ വേണ്ടി പഠിച്ചതല്ല. ദീനിൻ്റെ ഹാദ്യമായിക്കൊണ്ട് നിങ്ങൾ നിൽക്കണം. നിങ്ങൾ നിൽക്ക് ഞാനത് രണ്ടാണ്. നിങ്ങൾ അധ്വാനത്തിൽ കൂടി കേൾക്കണ്ട. അതുകൊണ്ട് എല്ലാം കൂടെ ഒഴിവാക്കി, എല്ലാം ഒഴിവാക്കി. ചില ആളെ പിരിഞ്ഞു പോകാൻ വിടുകയും ചെയ്യില്ല. എനിക്ക് താനക്കായി എന്ന് പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടി നിങ്ങൾ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് മൂസാ നബിയോട് പറഞ്ഞു. അള്ളാഹ്ക്കുന്ന വയക്ക്. പക്ഷെ അള്ള ചില ഹിദ്മത്തിനെ ഏൽപ്പിക്കും, അത് ചെയ്തേ വെച്ചും. എന്താ വേണ്ടത്? ഇർഹാബിലാക്കും, ഫിറൗനിലേക്ക് പോകണം, അവനെ ക്ഷണിക്കണം. അപ്പൊ ചിലരെ അള്ളാഹു തആല ഇഖ്തിയാർ ചെയ്യും. അന്ന് ഇഖ്തിയാർ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നടക്കൂല, അത് ഹാനികരമാണ്. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. തളിപ്പറമ്പില് ജലാലിയെ കുറച്ച് മുഖ്തസറായിട്ട് 1 മണിക്കൂർ കൊണ്ട് തീരാൻ ഹദ്ദാദ് പള്ളി സ്ഥാപിച്ച്. ഇപ്പോൾ ഈ കലാപം വന്നപ്പോൾ, തലശ്ശേരി കലാപം വന്നപ്പോൾ, അതെ 71 അപ്പോൾ ഹദ്ദാദ് പള്ളിയിൽ മഹമ്മൂദ് ഉലർക്ക തുടങ്ങി ബാങ്ക് കൊടുക്കുമ്പോൾ നിർത്തുന്ന രീതിയിൽ അതിനപ്പുറം ചെല്ലണ്ട.
അപ്പോൾ എനിക്ക് തോന്നി ഇതെൻ്റെ കഴുത്തിലിടുന്നു. കാരണം മൂപ്പർക്ക് പനിയിൽ ഇതേമാതിരി ഖാസായ ദർശുണ്ട്. കുട്ടികൾ തർബീത്ത് ചെയ്തുകൊണ്ട് പരിസരക്കാരും അവരുടെ കുടുംബക്കാരും എല്ലാം അടങ്ങുന്ന ഒരു വീട്ടിയായ ദർശ് മകര് കഴിഞ്ഞിട്ട് ഒരു 9 മണി വരെ ഉണ്ടാവും. എന്നിട്ട് എന്താ ഇതിലേക്ക് പിരിയല്ലേ. അപ്പോൾ ഇതിന് നേതൃത്വത്തിൽ എൻ്റെ കഴുത്തിലിടുമെന്ന് എനിക്ക് തോന്നിയല്ല. ഞാൻ പിന്നെ കുറേ സംഭവി ഈ 40 ദിവസം മകരിവിനോട് എത്തണ്ടേ. അങ്ങനെ കുറേ ദിവസം കണ്ടപ്പോൾ പിടികിട്ടി. അബ്ദുൽ ബാരി അള്ളാഹു താല പൊരുത്തപ്പെടുന്ന ഒരു കാര്യത്തിന് നിന്നെ തിരഞ്ഞെടുക്കാനൊക്കെ നീ ഒതരിച്ചാടല, അത് ഒഴിഞ്ഞു മാറല, പറ്റൂല. നീ നിന്നേ പറ്റൂ. എന്നാ പിന്നെ തന്നെ ആ ജലാലി ഇപ്പൊ അള്ളാഹ് തൊഴിൽക്കൂടെ ഓതി വരുന്നു. അല്ല മൂപ്പറ സമീപനായി കൊടുക്കുന്നു. ഇപ്പം കണ്ടാണ് അമല് ധാരാളമുണ്ട്. ബിദൂൻ ഇഖാമത്തി ഹുഖൂഖിഹി, അതിന്റെ ഹക്കുകൾ പാലിക്കാതെ അങ്ങോട്ട് ചെയ്യുന്നത്. വൽ മുഹാഫളത്തി അലാ ആദാബിഹി, ആദാബിന്റെ മേൽ മുഹാഫളയും ഇല്ല. എന്നാൽ ലാ ത്വാഇലത, അതിന്റെ അടിയിൽ ഒരു ഫലവും ഉണ്ടാവില്ല. അപ്പം അതുണ്ട് മറ്റേ പരിപാടിയുണ്ട്, ഇനി മറ്റൊന്നുണ്ട് എന്നിട്ട് 1001 പരിപാടിയാണ്. ഒരു കത്തം ബാങ്കിൽ, ഒരു യാസീൻ ഓതൽ, ഒരു ലക്ഷ്മണായം ദിക്കർ, ഒരു തോബ ചെയ്യൽ, ഒരു തസ്മ നിൽക്കാനോ. ഇപ്പോഴോ ദുബൈയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പരിപാടി. ഇശാക്കിരിച്ചതിന് ശേഷം 20 റക്അത്ത് തറാവീഹ്. അത് തറാവീഹ് കാണാൻ തന്നെ വേണോ, സ്പെഷ്യൽ തറാവീഹാണ്. അതിനുശേഷം എന്താക്കണോ, 11 റക്അത്ത് ജമാഅത്തായിട്ട് വെത്തിരിക്കണം. അതിനുശേഷം ഒരു ജലാലിയ റത്തീബ്, അതിനുശേഷം ഒരു വിക്ർ ഹൽക്ക, അതിനുശേഷം ഒരു കത്തം ഭയങ്കലി, അതിനുശേഷം പിന്നെ എന്താന്ന് കൊണ്ട് നോക്കുമ്പോൾ ഇതുണ്ടായിരിക്കെങ്കിലും ആവതാലി തഹ്തഹൂന്നാ പറഞ്ഞത്. അതിൻ്റെ അടിയിൽ കാര്യം കിട്ടാനൊന്നുമില്ല. എന്നിട്ട് കമാ അശാറ ഇലൈഹി ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാറത്താക്കി, കം മിൻ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല അസ്സഹ്റു വത്തഅബ. എത്രയോ നിന്ന് നിസ്കരിക്കുന്ന ആളുണ്ട്, അവൻ്റെ നമസ്കാരത്തിന് എനിക്ക് കിട്ടിയെന്താന്ന് കുറേ ഉറക്കുകയും കുറച്ച് പ്രയാസങ്ങളും പണിയാറുണ്ട്. അതുപോലെ വകമ്മിൻ സ്വാഇമിൻ, എത്രയോ നോമ്പുകാറുണ്ട്, ലൈസ മിൻ ലഹു മിൻ സിയാമിഹി, അവൻ്റെ സിയാമിൽ നിന്ന് അവന് കിട്ടിയിട്ടില്ല, ഇല്ലൽ ജുഅമല്ലത്തും, വിശപ്പും ദാഹമില്ലാണ്ട് പുറന്നുണ്ടായിട്ടില്ല. മൂപ്പരടത്തി പോയി കണ്ടുപിടുത്തു. വഖദ് ഖീല ഇന്ന ഫിഅല ത്വാഅതി മാ അദമിൽ ഇഹ്സാൻ, ഇഹ്സാൻ ഇല്ലാതെ കണ്ട് ത്വാഅത്ത് ചെയ്തു. അപ്പം തരീഖത്തില്ലാതെ ശരീഅത്ത് ചെയ്തു, അങ്ങനെ ഉണ്ടായില്ല. നമ്മൾ ശരീഅത്തും തരീഖത്തിനും 10-12 അർത്ഥം വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മാന പ്രകാരം, ഒറ്റ മാനയല്ല 12ഓളം മാനയമ്മ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഏറ്റുപാറ് പ്രകാരം ഏതായി എന്ന ഫീനത്വാഅത്തി ശരീഅത്താണ് അല്ലേ. മാ അദ്മിൽ ഇഹ്സാൻ, തരീഖത്തിൽ എന്താണ് അഹവത്തും വറായിലുള്ളതുണ്ട്. ഇഹ്സാൻ ഇല്ലാതെ അത് ശൈത്താനിക്ക് ഇഷ്ടപ്പെട്ട സാധനമുണ്ട്. അപ്പൊ അതോടെ ശരി, മറ്റൊരു മാന പ്രകാരം ശരീഅത്തില്ലാതെ കണ്ട് തരീഖത്ത് ഉണ്ടാക്കാനും കഴിയൂല. അപ്പൊ പരസ്പരം ഇങ്ങനെ ബന്ധപ്പെട്ടിട്ടാണ് ഉള്ളത്, ഒന്നിനൊന്ന് പോലും മാറ്റാൻ കഴിയില്ല. ശരീഅത്തില്ലാതെ തരീഖത്ത് നടക്കൂല. ഇനി ശരീഅത്തില്ലാതെ ശരീഅത്തില്ല പൈശാചിന് ഇഷ്ടപ്പെട്ട സാധനമായി എന്നാ പറയുന്നത്. ഏത് ശരീഅത്തിന്റെ മാനാക്ക് ഞാൻ ചോദിക്കട്ടെ, فإذا حييتم بتحية فحيوا بأحسن منها أو ردوها. ഇതിൽ ശരീഅത്തുണ്ട് തരീഖത്തുണ്ട്, പറഞ്ഞെ ഏതാണ് തരീഖത്താ? ഫൈദാ ഹുയ്യിത്തും എന്നുള്ളതാ. അഹ്സന മിൻഹ എന്നുള്ളത് തരീഖത്താന്ന്. അതുപോലെ നിങ്ങൾക്ക് തഹിയ്യത്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഹ്സനായിട്ട് റഹ്മത്തും ബറക്കത്തും എല്ലാം ചേർത്തിട്ട് നല്ല നിലക്ക് തിരിച്ചു കൊടുക്കണം. അതിന് മുൻഗണന കൊടുത്തു. അല്ലെങ്കിൽ ഓൻ തന്നതെങ്കിലും തിരിച്ചു കൊടുക്കണം.
അപ്പോൾ അവിടെ തരീക്കത്തിനാ മുൻഗണന കൊടുത്തത്. തരീക്കത്ത് ഏത് തരീക്കത്ത് ചെല്ലിപ്പാട് തരീക്കത്തിലേക്ക് തല പോയാൽ ഒരു തലയും പോലും കിട്ടില്ല. അത് പൂർത്തിയായി കൊടുത്തതിനാൽ അത് അഹമത്തും മൊറാലിലും സൂക്ഷിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ ഓ തന്നതെങ്കിലും മടക്കി കൊടുക്കണേ. അത് റുദ്ദുവാകും. അപ്പൊ ഹസന മിന്നൽ എന്നിട്ട് ആദാബ് കൂടിയിട്ടുണ്ട്. റുദ്ദുഹയിലോ ആ തന്ന അതും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നഷ്ടപ്പെട്ടോളൂ. ഇതാ സലാം മടക്കല്. ഏത് കിതാബിന്നോ ദീനിത്? അപ്പൊ ഓനെ ഫാസിക്കാക്കണ്ടെന്ന് ചോദിക്കുമ്പോൾ ചെല്ലലേ ഇല്ല. നമ്മ ഇന്നലെ ഒരു പള്ളി കയറുമ്പോൾ ചെല്ലിയിട്ടില്ല. എന്താന്നോളി മുതലാൾക്ക് ചെല്ലാത്ത ചെല്ലിയാൻ മടക്കൂലമ്മക്കറിയാം. അപ്പൊ ആരോ ചൊല്ലി പേപ്പസാന്ന് പറഞ്ഞു. അത് വേർതിരിക്കാൻ പഠിക്കണോ? വഇൻ ആഖബതും ആഖിബൂ ബിമിസ്ലി മാ ഊഖിബതും ബിഹി വലഇൻ സബർതും ലഹുവ ഖൈറുൻ ലിസ്സാബിരീൻ ഫസ്ബിർ വമാ സബറുക ഇല്ലാ ബില്ലാഹ് വലാ തകുൻ ഫീ ദൈഖിൻ മിമ്മാ യംകുറൂൻ ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ. ശരീഅത്തുണ്ട്, തരീഖത്തുണ്ട്, ഹഖീഖത്തുണ്ട്. അതാ ശരീഅത്ത്. വൈനാക്കബത്തും ഫആഖിബൂ ബിമിസ്ലി മാ ഊഖിബതും ബിഹി. എന്താണ്? ഇസ്ലാമിന് നിയമം അനുസരിച്ചുകൊണ്ട് പ്രതികാരമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതികാരം തടിഹബ പോലെയല്ല, ഒരു റൂളുണ്ട് ഇതിന്. ആ റൂള് വെച്ചിട്ട് ഫആഖിബൂ ബിമിസ്ലി മാ ഊഖിബ. കാരണം നഫ്സിന് ഒരു അനുകൂലമായ വിഷയാണത്. പക്ഷെ നിങ്ങൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്താക്കണം? തത്തുല്യമാവണം, അളന്നു മുറിച്ച് കൊടുക്കണം. ഇപ്പുറം വരും. അത് ശരീഅത്താണ്. എന്നിട്ട് അതിനപ്പുറം എന്താ പറഞ്ഞേ? വലഹിൻ സബർത്തും ലഹു. അപ്പൊ പ്രതികാരം എടുക്കാതെ നിങ്ങൾ സബൂർ ചെയ്ത് കൊള്ളുകയാണെങ്കിൽ ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ. മക്കാരിമുൽ അഖ്ലാഖാണ് തരീഖത്തിലുള്ളത്. ഇന്ന് നടക്കുന്ന തരീഖത്തിന്റെ ബെറ്റല്ലി പറയുന്നത് അസ്ലി നമ്മൾ ഇമാമിയങ്ങൾ കൊണ്ടുനടന്നു. ഇന്ന് നടക്കുന്നത് ചാപ്പാടാണ്. ഒന്നുമില്ലെങ്കിൽ നല്ല കടുപ്പമുള്ള ചായ ഉണ്ടാവും, ഒരു സമൂസയും കിട്ടും. നല്ല പീഞ്ഞ നെയ്യിൽ കിട്ടുന്ന സമൂസ കിട്ടും. അതായിരിക്കത്ത്. വലഇൻ സബർതും ലഹുവ ഖൈറുൻ ലിസ്സാബിരീൻ. അതിലേക്ക് പ്രേരിപ്പിച്ചു. അതാണ് ഖൈറേൻ അല്ലേ? എന്നിട്ട് പറയും നീ ഖൈർ ഈ സബർ ഇവനെടുന്ന് ഉണ്ടാക്കേണ്ടത് ഫസ്ബിർ വമാ സബറുക ഇല്ലാ ബില്ലാഹ്. അള്ളാഹിനെ കൊണ്ടേ കിട്ടൂ എന്നുള്ളതാണ് ഹഖീഖത്ത്. സബർ പോലത്തെ അഹ്വാന് നമുക്കൊന്നും ഉണ്ടാക്കാൻ കഴിയൂല. അത് അള്ളാഹിനെ വെക്കുന്ന കിട്ടേണ്ടതാണെന്ന് ഏറ്റുകാരാണ് ഇത്. അതൊന്നും ഇനി കൂടുതൽ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. തിരുനാളെങ്കിൽ പിടിച്ചെടുത്തു പറയുമ്പോൾ വല്ലാണ്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന ഫാഇല ത്വാഅതി മാ അദമിൽ ഇഹ്സാൻ. ഇഹ്സാൻ ഇല്ലാതെ കണ്ട് എന്താക്കി? ത്വാഅത്ത് ചെയ്തു. അപ്പൊ മറ്റൊരു ശൈലി ഇപ്പം എന്താന്ന് നമ്മളെ ഇസ്ലാമികാരോ ശരീഅത്തില്ലാതെ ശരീഅത്ത് ചെയ്തു. തിരിച്ചു വെച്ചാലോ ശരീഅത്തില്ലാതെ ശരീഅത്ത് ചെയ്യാൻ കഴിയുകയും ചെയ്യില്ലല്ലോ. അഹബ്ബു ഇല ശൈത്താൻ. ശൈത്താനിക്ക് വളരെ പിരിച്ചാണ്. ഇതിനേക്കാണ് മിനത്താരിക്ക് ലഹ അസ്ല. അതിനെ പറ്റ ഉപേക്ഷിച്ച ആളതിനെ കാണാം. ഇതാണ് ഇഷ്ടം. ഞാൻ എന്തുകൊണ്ട് താരിഖിന് അംറുഹുല്ലാഹിനോട് അവൻ്റെ കാര്യം വെളിവാന്ന്. കാരണം കുറെ സമയം ലാഭം കിട്ടി, അധ്വാനവും ലാഭം കിട്ടി, ചെലവെല്ലാം ഇനി അല്ലേ? സലിമ മിനത്താബി ഫീഹ. അതിനുള്ള അധ്വാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. മറ്റോ അധ്വാനിച്ചിട്ട് സമയം കഴിഞ്ഞ് വേർപ്പലിച്ചിട്ട് ഒന്നുമില്ലണ്ടായി. അപ്പൊ വൽ ഫാഇലു ബിലാ ഇഹ്സാനിൻ. ഇഹ്സാനില്ലാതെ കണ്ട് ചെയ്താളോ അതഅബ നഫ്സഹു. അവന്റെ നഫ്സിനെ തളർത്തി. വഉജിബ. ഓനിക്കൊരു ഉജുബ് തോന്നുന്നു, ഞാൻ വലിയ അമൽ ചെയ്തിട്ടുണ്ട് കണ്ടാ. എന്തുകൊണ്ട്? ഒരു താഴത്ത് ചെയ്തിട്ടുണ്ട് എന്ന തോന്നൽ ഓനിക്ക് വന്നിട്ടുണ്ട്. താഴത്തായിട്ടില്ല എന്തായാലും. ഇബാബത്ത് കാലമാന്തുന്ന യാസീനി. ഞാനെന്താ പിന്നെന്താണ് 70,000 ദിക്റ്. നല്ല അക്ഷാറിടാൻ പറ്റിയ അതിലുണ്ടാവും. കലിമത്ത് തൗഹീദിലുണ്ടാവും ഹംസ്. അത് മൈക്ക് കേൾക്കുമ്പോൾ എന്തായി? എല്ലാവരും എന്നോട് ഫോളോ ചെയ്തു. ഇല്ലല്ലുണ്ട്
എത്ര കലിമത്തായാലും പോയി? ഇല്ലല്ലാന്റെ ഹാ പോയ കലിമത്തുണ്ടാ? അതല്ലേ ബാജുലേട്ടൻ പറഞ്ഞ് സത്യം ചെയ്യുന്നതിൽ തോപ്പിക്കാൻ കഴിയും അങ്ങനെയെന്ന് എന്നൊക്കെ അലിഫ് കളയാം. വല്ലാഹി ഭാവ് പറയാതിരിക്കില്ല. കേട്ടാൽ അല്ലാതെ പിടിച്ച് സത്യം ചെയ്യാൻ തോന്നും, സത്യമൊട്ടായിട്ടുമില്ല. ഇല്ല അവിടെ കൊണ്ടുപോയി ഒറ്റ ഇടലാണ്. അവിടെ നമ്മൾ എന്താക്കും? 1000 തഹ്ലീൽ ചെല്ലാൻ പറഞ്ഞാൽ 1000 എണ്ണിയാല് ഡബിൾ ചെല്ലും. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനത്തിൽ ഹാ കളയിലാണ് പതിവ് കൊണ്ടെന്താക്കി 500 മനസ്സ് ചെയ്തു. 500 ചെല്ലിയിട്ടുള്ളൂ എന്ന് പറയും. കാരണം ഇല്ലല്ലാഹു ചേർത്ത് വയ്ക്കാൻ പറഞ്ഞാൽ ഹാ പറയിൽ വന്നല്ലോ. 1000 ചെല്ല 500 കൂട്ടും. ഇങ്ങനത്തെ ആളെല്ലാം വിളിച്ചാൽ സംഗതി നടക്കില്ല. നെയ്ച്ചോദിച്ചു പോക്കല്ലേ മെയ്തില്ല. ഇതെന്താ കണ്ടി അവിടെ കൊണ്ട് കൊടുത്ത് കാട്ടിലെപ്പള്ളി കൊണ്ട് കൊടുത്ത് ഇയാളതാടെ കിടക്കുന്നു. وقال سيدنا الإمام عبد الله الحداد رضي الله عنه العمل القليل مع الإحسان. കണ്ടോ? ഈ ഇഹ്സാനോടൊപ്പം അമലുൽ ഖലീൽ ഖൈറും മിനൽ കസീരി ബിലാ ഇഹ്സാൻ. ഇഹ്സാൻ ഇല്ലാത്ത കസീറിനാക്കാണ് ഖൈറാകുന്നു. قال الله تعالى وقل اعملوا فسيرى الله عملكم ورسوله. എന്താ പറഞ്ഞത്? നിങ്ങൾ അമൽ ചെയ്തോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയും അല്ലാഹുവിന്റെ റസൂലും നിങ്ങൾ അമലിനെ കാണുന്നുണ്ട് എന്നാണ്. രണ്ടാളാണ് സാക്ഷി. അത് ഐ ഹാനൽ അമൽ, ആ അമലിന്റെ ഹാലെന്താണ് എന്ന് കാണുന്ന പറഞ്ഞു. നിക്കരിക്കുന്നുണ്ട് എന്നല്ല, നിസ്കാരത്തിന്റെ ഹാലെന്താന്നാ കാണുന്നത്. ഇതെന്താ ചെയ്യുന്നത്? നിക്കരിക്കുന്നു, അതല്ല കാണല്ലേ. ആ നിസ്കാരം എങ്ങനെയുണ്ട്, അതിന്റെ ഹാലെന്താണ്, ഇഹ്സാനോട് കൂടിയാണോ ഇല്ലാണ്ടാണോ? അതെന്നാ പറഞ്ഞ ഫയൻദുർ കൈഫ അമലുക്കും. കണ്ടാ, അമലിന്റെ കൈഫ ചോദിക്കുന്നു. എന്തിനാ? ലിൽ മുതാലബത്തി ബിൽ ഇഹ്സാൻ, ഇഹ്സാൻ കൊണ്ട് തേടിയതിന് വേണ്ടിയിട്ട്. വസതുറദ്ദൂന, ആയത്തിന്റെ ബാക്കി വസതുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി എന്നതിന്റെ ബാക്കിയുള്ളത്. നിങ്ങളെ മടക്കപ്പെടും എന്തിന്? ലിൽ മുജാസാത്തി, പ്രതിഫലം തരാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ട് പ്രതിഫലം? ബിമാ വാദക്കും ബിഹി, ഈ അമലിന് പകരം എന്താണോ നിങ്ങൾക്ക് തരാൻ. ഇൻ അഹ്സൻതു ഫീഹി, അതിൽ ഇഹ്സാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രതിഫലം തരാൻ വേണ്ടി നിങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കുന്ന പറയുന്നു. അപ്പൊ 10 സലാത്ത് ചെല്ലിയാൽ, ഒരു സലാത്ത് ചെല്ലിയാൽ എന്ത് തരുമെന്നാ പറഞ്ഞത്? 10. 10 തരാൻ നിങ്ങൾ വിളിക്കുന്നു. റബിയ ഫിൽ നസലി മൻ ഖലസ ലില്ലാഹി 40 യൗമാ, 40 ദിവസം ഒരാൾ അല്ലാഹു തആലക്ക് ഇഖ്ലാസാക്കിയാൽ ലഹറത്ത് യനാബിഉൽ ഹിക്മത്തി മിൻ ഖൽബിഹി അലാ ലിസാനിഹി, ഹിക്മത്തിന്റെ ഉറവിടങ്ങൾ എന്താക്കും? വെളിപ്പെടും അവന്റെ നാവിൽ കൂടി എന്നാണ്. അപ്പൊ കൽബിനെന്താക്കി അല്ലാഹു തആല വലിയ വിശാലമാക്കി. ഇതിനാണ് വ്യാപാരികൾ പറഞ്ഞത് 40 എന്തൊരു പ്രത്യേകത ഉണ്ട്. ഇത് അർബഈനിയാത്ത് എന്ന് പറഞ്ഞിട്ട് ബാബുണ്ടാ വാരിഫിലെ മോദീന് എന്തെങ്കിലും ഒരു കോഴ്സ് 40 ദിവസം കൊണ്ടുവരും. ചില്ല എന്നല്ലേ പറയുന്നത്, ഫാർസിയിൽ ചില്ല എന്ന് പറഞ്ഞാൽ 40 ദിവസം ഒന്നാണ്. 40 ആണല്ലേ. പക്ഷേ നമ്മ 40 ആഴ്ചകളെ കൊണ്ടല്ലോ 1 ലക്ഷം സലാത്ത് നിൽക്കുന്ന ഒരു കോഴ്സ് ഉണ്ടല്ലേ. അപ്പൊ അതിൽ നാം ഉപര പിടിച്ചത് 40 ദിവസത്തെ എന്തോ ഒരു കണക്കുണ്ട്. മനുഷ്യനെ മാറ്റിയെടുക്കുന്നത് അതുകൊണ്ടാണല്ലോ. നുത്ഫത്ത്, അലക്കത്ത്, മുളകത്ത് ഇങ്ങനെ ആക്കി മാറ്റുന്നത് ഏതാ? 40 ദിവസത്തിനുള്ളിൽ. وقال صلى الله عليه وسلم إذا كان آخر الزمان വന്നാൽ صارت أمتي 3 فرق, എൻ്റെ ഉമ്മത്ത് 3 പാർട്ടിക്കാരുണ്ടാകും. ഇന്ന് പാർട്ടി 3 ഒന്നല്ല, പാർട്ടി ഇങ്ങനെ വിഭജിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതല്ല, ആ ഏറ്റുമാറല്ല ഇത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ്? ഫിറഖത്തുൻ യഅ്ബുദൂനല്ലാഹ ഖാലിസ ഇബാദത്ത് എടുക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകും. ഫിറഖത്തുൻ യഅ്ബുദൂനല്ലാഹ റിയാഇന് വേണ്ടി ഇബാദത്ത് എടുക്കുന്ന ആൾ രണ്ടാമത്തെ തായിഫത്തുണ്ട്. ഫിറഖത്തുൻ മൂന്നാമത്തത് യഅ്ബുദൂനല്ലാഹ യസ്തഅ്കിലു ബിഹിന്നാസ്, ജനങ്ങളെ വക്കുന്ന തീറ്റ കിട്ടാൻ വേണ്ടി അമൽ ചെയ്യുന്ന ആളുണ്ട്. അക്കലി ഇത് ചെയ്താൽ എന്താക്കും? നല്ല മന്തി അടിച്ചിട്ട് വരാണ്, നാളെ നിൽക്കുന്നുണ്ടോലോ,
അവിടെ ഒരു പരിപാടി ഉണ്ടാവില്ല, പോയാൽ എന്താക്കാം, ഇവർക്കിത് ചെയ്യാവുന്നില്ല, ഇവർ ചെയ്തോളൊന്നുമില്ല. കൂട്ടത്തിൽ കൂടെ പോയാൽക്കെല്ലാം ബിരിയാണി, എനിക്കില്ലാന്നാരും പറഞ്ഞോ, അപ്പൊ ചാപ്പാട് കിട്ടും. അപ്പൊ ഫയഖൂലുല്ലാഹു അസ്സ വജല്ല ലിൽ മുഖ്ലിസീങ്ങളോട് അല്ലാഹു തആല പറയും, ഒന്നാമത്തെ അല്ലേ, ഇദ്ഹബു ഇലൽ ജന്ന. വയഖൂലു ലിൽ ആഖിരി, മറ്റേ രണ്ട് കൂട്ടരോട് പറയും, ഇദ്ഹബു ബിഹിം മിനൻ നാർ. അഖ്റജഹു തബറാനി. قال سهل بن عبد الله التستري رضي الله عنه പറഞ്ഞു, ഉസൂലു മദ്ഹബിനാ സലാസത്തുൻ, നമ്മുടെ മദ്ഹബിന്റെ ഉസൂല്, നമ്മുടെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ സഹല് തങ്ങളെ മദ്ഹബുമായിട്ടും മുജതഹിദ് തങ്ങളെ മദ്ഹബ് എതിരല്ല, അവരുടെ മദ്ഹബുമായി റിഫാ ശൈഖ് എതിരല്ല, അവരുടെ മദ്ഹബുമായി അജ്മീർ ഖാജ എതിരല്ല, അവരെല്ലാവരോടും എതിരല്ല. അങ്ങനെ പോയ സൂഫിയാക്കൾ എല്ലാവരും ഈ വിഷയത്തിൽ ഇത്തിഫാക്കാണ്. അതുകൊണ്ടാണ് തരീഖത്തുൻ നാസി അൽ ഇഖ്തിലാഫി, തരീഖത്തുൽ ഖൗമി അൽ ഇഖ്തിലാഫി എന്ന് മബാഹിസിൽ ഓതിയല്ല. നമ്മുടെ മതം പറ്റേ ഉള്ളൂ. എന്താണ് അൽ ഇഖ്തിദാഉ ബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിൻപറ്റലാണ് ഫിൽ അഖ്ലാഖ് വൽ അഫ്ആൽ ഔ ജമീൽ അഹ്വാലിൽ, ആദത്തായാലും ശരി ഇബാദത്തായാലും ശരി. വൽ അക്ലു മിനൽ ഹലാൽ, ഹലാൽ ഭക്ഷിക്കണമെന്നാണ് രണ്ടാമത്തേത്. അതിലാരെങ്കിലും ഇതിലുണ്ടോ? വഇഖ്ലാസുൻ നിയ്യതി ഫീ ജമീൽ അഅമാൽ, മുഴുവൻ അഅമാലിലും ഇഖ്ലാസ് വേണമെന്നുണ്ട്. ആരപ്പിന്റെ ഇതിൽ പറയാ നക്കലഹുൽ ഖാദിയാദ് ഫി ശിഫാ, ശിഫാ നമ്മുടെ ഓതിയ കിതാബാണ്. അത് കുറച്ചും കൂടി ആദ്യം ഓതിനാക്കാണ് വിശാലമായി ഓതാനും കഴിയും. അന്ന് ഷറഹിലാണ് മത്തിന് മാത്രമേ ഓതിയിട്ടുള്ളൂ. ഷിഫാന്റെ പേരെന്നെ ഷിഫയാണ്. മാരകമായ ഭയങ്കര കൈവച്ച രോഗങ്ങൾ മാറാൻ വേണ്ടി അത് ഓതാൻ വേണ്ടി നിയത്താക്കും. എന്നിട്ട് അതിന് വലിയ പാർട്ടിയിലാക്കും. കക്കടിപ്പുറത്തോട് പ്രത്യേക ആണ്ട് കൊണ്ടാടുമായിരുന്നു. എന്നിട്ട് ആണ്ടെങ്ങനെയാന്ന് പള്ളിയിൽ നിന്ന് കൂട്ടാൻ പോകും. നാട്ടുകാർ ഒരുപാട് പത്തിരി കൊടുത്തേക്കും പരക്കുന്ന. എന്നിട്ട് ഈ പത്തിരിയും ചാറും കൂടെ കൂട്ടിയിട്ട് പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യും. തെക്ക് ഭാഗത്തെല്ലാം അങ്ങനെ ചെയ്യലുണ്ട്. ഞാനിങ്ങനെ പട്ടാമ്പിയിലെ ഒരു സ്ഥലത്ത് പള്ളിയിലേക്ക് സ്വീകരിക്കാൻ കഴിയും. നമുക്ക് വൈറ്റത്തുനിന്ന് കൂട്ടാൻ മാത്രം നമുക്ക് നെയ്ച്ചോറ് കാണില്ല. പരിപാടിയിൽ ഒരുപാട് കൂട്ടാൻ ഇറച്ചി കൂട്ടാൻ. ഞാൻ എന്താ പരിപാടി, ഇവിടെ അന്ന് പാപ്പാൻ്റെ നടൻ വെക്കാൻ വേണ്ടി. അപ്പോൾ തിന്നൊന്നും കാണുന്നില്ല, കൂട്ടാനെല്ലാം കാണുന്നുള്ളൂ. അതുപോലെ പരക്കാറ് പത്തിരി, ഇങ്ങനെ 100 പത്തിരി 100 പത്തിരി ഇതെല്ലാം വേണ്ടിട്ട് ഓരോ പരക്കാറവാ നമ്മൾ ഒറോട്ടി അത് കൊടുത്തേക്കും. വാങ്ങിയിട്ടിട്ടുണ്ടോ? അപ്പോൾ ഓരോരുത്തർക്കും ഒരു യൂണിറ്റ് ആണ്. 2 പത്തിരിയോ 3 പത്തിരി വെച്ചിട്ട് അതിനോടൊക്കെ കൂട്ടാനും ഇന്നും കൊടുക്കും. അങ്ങനെ വലിയ ആണ്ട് കഴിക്കുന്നു പറഞ്ഞു. ശിഫ വാങ്ങാൻ കിട്ടിപ്പോ അതാ ഓതാൻ അനുസരിച്ചാണ്. മാത്രമല്ല ഓതാൻ വേണ്ടി സൗകര്യത്തിനകത്ത് ഹരക്കത്ത് കൊടുത്തിട്ട് ഖുർആൻ പോലെ ആക്കിയിട്ടുള്ള നമ്മൾ അഭിനവലിപനെ വാങ്ങിയിട്ട് പോക്കാം. ഒന്നും വാങ്ങണത്. ഞാൻ ഷറഹുണ്ട് നസീമറ്റ് ചെയ്യാന്ന്. ഷറഹി വാങ്ങാൻ 30 വരട്ടാൻ നിൽക്കുന്നുണ്ടാവും. നസീമറ്റ് ചെയ്യാൻ ഷറഹി നല്ല ജാമ്യായിട്ടാണ്. അതിൻ്റെ പക്കത്തുണ്ടാവും, ഖഫാജി ഉണ്ടാവും. ഷറഹ് ഒരുപാടുണ്ട്. മധുതങ്ങൾക്ക് ഷറഹുണ്ടല്ല. പക്ഷേ ചതിലൊന്നും കേരളക്കാർക്ക് അത്രയല്ല കൊണ്ടു കിതാബിനുള്ള മതിപ്പുണ്ടാവും. وقال الحارث بن الأسد المحاسبي رضي الله عنه പറയുന്നു, من زين باطنه بالمراقبة والإخلاص. മുറാഖബ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ണുചിമ്മിരിക്കലല്ല. മുറാഖബയിൽ എന്താ ഉണ്ടായാലും എൻ്റെ ഹറക്കാത്തും സക്കനാത്തും മുഴുവനും അള്ളാഹു താല കാണുന്നുണ്ട്. അള്ളാഹ് ഒരു CCTV വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണിക്കുന്നില്ലേ? ഇന്നലെ തേമ്പൊടിയൊക്കെ കഴിയുമ്പം തന്നെ കാണുന്നില്ല. പൊടിയൊക്കെ CCTV നിങ്ങൾ വീക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് പദ്ധതി വെച്ചിട്ടുണ്ട്. അതൊന്ന് കുപ്പിയെടുത്തിട്ട് ബാഗിലിട്ടാനൊന്നും കഴിയില്ല. അപ്പൊ CCTV ഉണ്ട് എന്നുള്ള ഓർമ്മ ഉണ്ടായാലാണ് അടുത്ത മുറാഖബ. വണ്ടി സ്പീഡ് കൂട്ടുമ്പോൾ ഇവിടെ റഡാർ വെച്ചിട്ടുണ്ട് എന്നുള്ള മുറാഖബ. അപ്പം നല്ല കുട്ടിയാവും. ഇയാള് 150 200 പറപ്പിക്കുന്ന വണ്ടി കയറിയപ്പോൾ പെട്ടെന്ന് ശരിയാവും. ഞാൻ പറഞ്ഞ എന്നപ്പ റഡാറിലെന്താണെന്ന് ചിലപ്പോൾ ബാറ്ററി പോലും ഉണ്ടാവില്ല. ഒരു കുന്തനം, ഒരു കല്ല്, ഒരു സാധനം കുഴിച്ച് വെച്ചിട്ടുണ്ടാവുള്ളൂ. വർക്കും ചെയ്യില്ല. എന്നാലും ആയ്മയും അസമ്മും അബുക്കമ്മും എല്ലാം ആയിക്കഴിഞ്ഞാൽ ദീപനില്ലാത്ത ഈ സാധനത്തിൽ പെടുന്ന നല്ല ഡ്രൈവറായില്ലോ ഇനി.
അപ്പൊ അള്ളാഹുവിനെ തന്നെ, ആ മുറാഖിബായ അള്ളാഹിനെ തന്നെ കാണലാണ് ഇത് മുശാഹദ. അപ്പൊ ഏത് കണ്ണുണ്ട്? ഈ കണ്ണുണ്ടാവും. കാണേണ്ട കണ്ണ് വേറെ വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോ എന്താകും? അയ്യാനാണെന്ന് തന്നെ വരത്തക്ക രീതിയിലാണ് കാണിക്കുക. ഇക്കണ്ണുകൊണ്ട് കണ്ട പോലെ. അപ്പൊ എന്താകും? ഇക്കണ്ണുകൊണ്ട് കണ്ടതെന്ന് ചിലപ്പോൾ ഈ പറത്തിട്ടും. അങ്ങനെ മല്ലിശ്ശേരി തങ്ങളുടെ കാലത്ത് ഒരാൾ വാദിച്ച് അയാളെ കാപ്പലാക്കി പൊത്തു കൊടുത്തെല്ലാം നോക്കുമ്പോഴേക്ക് മൂപ്പറത്ത് കേസെത്തി. മൂപ്പർ പറഞ്ഞ് പ്രതിനെ വിചാരണ ചെയ്യാതെ കണ്ട് കേസെടുക്കാൻ പറ്റൂല. ഇന്നെന്താന്ന് പറഞ്ഞുകൊടുത്ത അന്യായക്കാരൻ തന്നെ ആ സാക്ഷി. പ്രതികന ക്ഷണിക്കുന്ന പരിപാടിയില്ല, ചോദ്യം ചെയ്യലുണ്ടോ? ഒന്നുമില്ല. തീരുമാനം കൊടുത്തു. മൂപ്പറമാനം കണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ജില്ലാണി വിളിച്ചിട്ട് ചോദിച്ചു, എങ്ങനെയാടാ നീ പറഞ്ഞത്? ഞാൻ എൻ്റെ മുഷാഹദ കണ്ണുകൊണ്ട് കണ്ടെന്നാ ഇക്കണ്ണുകൊണ്ട് കാണൂല എന്ന് ആർക്കും അറിയാത്തങ്ങളെ. ഇവനെ കപ്പറാക്കൽ ഇവന് മുഷാഹദന്റെ അങ്ങേയറ്റം എത്തിയിട്ടാണ് കൊടുത്തു, തിരിച്ചു വെച്ചത്. അവന്റെ ബാത്തിനിയായ കണ്ണുകൊണ്ട് കണ്ടതെന്താക്കി? കണ്ണിട്, കണ്ണുകൊണ്ട് കണ്ട പോലെയായി. നമ്മിന്നാളല്ലേ ഒതേ ഫലമ്മാ തജല്ലാമൻ ഉഹിബ്ബു തകർറുമ ഫഅശ്ഹദനി ദാകൽ ജനാബൽ മുഅല്ലമ. എന്തിനർത്ഥം? تعرفت حتى كأنني أراه بعيني جهرة لا توهما فلما تجلى من يحب تكرما فأشهدني ذاك الجناب المعلم. إذا പറയുന്നത് تعرفت حتى كأنني أراه بعيني. ഇക്കണ്ണോണ്ട് കാണുന്നല്ല, അന്നനി അറാഹു എന്നാ പറഞ്ഞത്. തസ്ബീഹിന്റെ വാക്കാണ്. ബിഐനി ജഹ്റത്തൻ ലാ തവഹുമ വഫീ കുല്ലി ഹാലിൻ നജ്തലി. നമ്മളിന്ന് ഓതിയ ബൈത്താണത്. എന്താണ്? അലാ തൂരി ഖൽബി കുന്തു മുകല്ലമാ. മൂസാ നബി തൂരിസിനാമലയിൽ മുനാജാത്ത് നടത്തിയ പോലെ എന്നോട് മുനാജാത്ത് നടത്തപ്പെടുന്നതുകൊണ്ട് ഞാൻ മുക്കല്ലമായി, മുക്കല്ലിമല്ല, കുന്തു മുക്കല്ലമ. അലാ തൂരി ഖൽബി ഹൈതു കുന്തു മുക്കല്ലമ. അക്കാഴ്ച പോലെ. അപ്പൊ ഈ മുറാഖബ മുശാഹദ എപ്പം നടന്നോളുന്നില്ല. നടന്നു കഴിഞ്ഞാൽ ആടെ കംപ്ലീറ്റ് ഫനാകായിട്ട് പുറന്നൊരേക്കും തിന്നലുണ്ടാവില്ല, കുടിക്കലുണ്ടാവില്ല, ഒന്നുമില്ലാത്ത രൂപം വരും. ബാദുല്ലാഹ്വാലിലാണെങ്കിൽ അസമയത്ത് അയാൾ മറ്റേ ഹാലിലിരിക്കും. ചിലപ്പോൾ കായനാത്ത് ഉണ്ടായിട്ടും മുഷാഹദ വരാം, ഇല്ലാണ്ടും മുഷാഹദ വരാം. കായനാത്ത് ഉണ്ടാകുമ്പോൾ എന്താ? അള്ളാഹുവിൻ്റെ അജായിബുകൾ കുറേ കുതിരത്തും ഇൽമും മറ്റേ ഹിക്മത്തെല്ലാം അടങ്ങിയ ഒരു സാധനം കാണുമ്പോൾ ഉടനെ കൽബോ ഇതാ ഇങ്ങനെ ആക്കിയെടുത്തന്നില്ലേ. കായനാത്ത് കാണുമ്പോഴേക്ക് മുഖമില്ലേ. കായനാത്ത് ഇല്ലാത്ത സമയത്തോ സാധാരണ ആളായിരിക്കും. അപ്പൊ വാസിത്തയിൽ എന്തുണ്ട്? കായനാത്ത് വെച്ചുകൊണ്ട് മുഷാദക്കാറുണ്ട്. കായനാത്ത് വെച്ചാലും ഇല്ലെങ്കിലും മുഷാദക്കാറുണ്ട്. ഉണ്ടായാലും ഇല്ലെങ്കിലും മുഷാദ ഇല്ലാത്ത ആളുകളുണ്ട്. അതല്ലയോ എന്താണ്? അൽക്കോന് കൊല്ലുഹോ നുൽമത്തു അല്ലേ വൈന്നമാ നാറഹു വുജൂദുൽ ഹഖ് ഫീഹി. എന്നിട്ടോ ഒരാള് കായിനകത്തിനെ കണ്ട് മുക്കബ്ബിനെ കണ്ടില്ല. ഖബലഹു ഔ മഅഹു ഔ ഫീഹി ഔ ബഅദഹു. നാലെണ്ണം പറഞ്ഞിട്ട് വക്കതായവ ഓനിക്ക് 100 നഷ്ടപ്പെട്ടു പോയി. ഇരുട്ടി തന്നെ കഴിഞ്ഞു വിടുന്നു. അപ്പൊ ഏതെടുത്ത എത്ര കുടുംബത്തിലുണ്ടാവും? ഒന്ന് മുമ്പ്, പിന്നെ ഒപ്പം, ഫീഹി ഔ ബഅദഹു. ബഅദഹു ഇല്ലെങ്കിൽ പിന്നെന്താ പറയല്ലേ? അത് മഅഹും ഫീഹി എന്താണ്? മഅയ്യത്ത് മുത്തസിലും മഅയ്യത്ത് മുൻഫസിലും രണ്ടുണ്ടാവും. മറ്റുണ്ട്, ഒന്ന് മുത്തസിലും ഒന്ന് മുൻഫസിലാണ്. ഖബലും ബാദും എല്ലാവർക്കും അറിയല്ല. കാണുന്നതിന്റെ മുമ്പായിക്കൊണ്ടെന്ന് കണ്ട് കായിനകത്ത് വേണ്ട അപ്പോഴൊക്കെ മുക്കമ്മിലേക്ക് മനസ്സെത്തി. ബാദുമാകുമ്പോ കായിനകത്തിനെ കണ്ടിട്ട് കുറെ കഴിഞ്ഞിട്ട് ഇങ്ങനെല്ലാം തഫക്കുറിന് ശേഷമാണ് ഓ ഇങ്ങനെയുണ്ടല്ലോ ബാദു. ഫീഹി മഅഹു എന്ന് പറഞ്ഞാൽ ഫീഹി മഅയ്യത്ത് മുത്തസിലാണ്. മഅഹു എന്താണ്? മുൻഫസിലും. ഇബിന് അബ്ബാസ് നിങ്ങൾ പറഞ്ഞെന്താന്ന്? ഇതൊന്നും ജനങ്ങളോട് വ്യാഖ്യാനിക്കാനുള്ളതല്ല, ആസ്വദിച്ചറിഞ്ഞോളൂ. എനിക്കൊരു മുർഷിദ് ഉണ്ടാവും, അവരോട് ചോദിച്ചിട്ട് അത് അറിഞ്ഞോന്ന് നോക്കിയാൽ
അകത്തുണ്ടാവും അവർക്ക് മുജാവത കൂടിയാൽ. ഇനി ഹിജാബ് വന്നു കഴിഞ്ഞാൽ കബലുകാർക്കും ബാധവും പോലും ഇല്ലാത്ത അവസ്ഥയും വരും. വൈദന്തഹത്ത് നഫ്സുൻ ഇലത്മിഇനാനിഹാ ലാ തൻതഹി അൻ ലാകിന്നഹാ ലാ തൻതഹി അൻ ഗയ്യിഹാ. അഹമ്മദ് ഫാറൂഖ് സറദി മക്തുബാത്തി പറഞ്ഞു, ഒരു നഫ്സെന്താക്കി മുജാവത ചെയ്തിട്ടുള്ള നമ്മുടെ മുത്തമൈനത്തിലേക്ക് എത്തിയാൽ അതിന്റെ തനി സ്വഭാവം മാറിയിട്ടില്ല എന്ന് പറഞ്ഞു, അതിൻ്റെ ഉള്ളു മാറിയിട്ടില്ല. വൈദന്തഹത്ത് നഫ്സുൻ ഇലത്മിഇനാനിഹാ, മുത്തമൈനാകുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്നാലോ ലാകിന്നഹാ ലാ തൻതഹി അൻ ഗയ്യിഹാ, അതിന് പണ്ടൊരു കയ്യുണ്ടായില്ല, ആ കയ്യിന്ന് അവസാനിപ്പിച്ചിട്ടില്ല, അതിന്റെ സൂറത്ത് മാത്രമേ മാറിയിട്ടുള്ളൂ. ശ്രദ്ധിച്ചാൽ പണ്ടത്തേക്ക് തിരിച്ചു വരും. തിരിച്ചു വെച്ചാൽ മണ്ടയുള്ളതിനാ കാണാൻ മോശമായിട്ടാ തിരിച്ചു വരിക. റബ്ബർ പിടിച്ച് വലിച്ചട്ടെ, നിങ്ങൾ ഏതെങ്കിലും തറപ്പിൽ വിട്ടു എന്നെന്താണ്ടാകില്ലേ ആ വലിച്ചത്തേക്ക് ഇങ്ങനെ വരും. അത് ജനങ്ങൾ അത്രല്ലേ കഴിയുള്ളൂ. അതല്ല ഖുർആൻ അവാമുന്നാസിനോട് ഖിതാബ് ഉണ്ടാവും അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഖവാസിനുള്ള ഖിതാബ് വേറുണ്ടല്ലോ. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിനാ പറഞ്ഞു. അള്ളാഹുവിന്റെ മേൽ അറിയിക്കുന്ന ആയാത്തുകൾ ചക്രവാളത്തിലുണ്ട്, ആകാശത്തിലുണ്ട്, ഭൂമിയിലുണ്ട്, നിങ്ങൾ സ്വന്തം ശരീരത്തിലുണ്ട്. അപ്പോ ആയാത്തും ബയ്യിനാത്തും കൊണ്ടെന്താക്കണം അള്ളാഹിനെ കണ്ടെത്തലാന്ന് പറഞ്ഞിരിക്കുന്നത് വാസിത്ത് വെച്ച്. കുറച്ചപ്പുറം ചോദിക്കുന്നത് അവലം യക്ഫിഹിം, അള്ളാഹിനെ അത് ആയാത്ത് കൊണ്ട് തെളിയിക്കുന്നതിനേക്കാണ് നിങ്ങൾക്ക് തന്നെ അള്ളാഹ് അത്രമാത്രം വേറൊരാളെ സഹായിച്ചിട്ട് അള്ളാഹിനെ കണ്ടെത്തേണ്ട ആവശ്യമുണ്ടോ? തൊട്ടടുത്തായിട്ട് തന്നെ പറയും. അല്ലെ ഹിക്മി പറഞ്ഞ എന്താണ്, മറ്റൊരാളെ നീ പടച്ച മഖ്ലൂഖിന്റെ സഹായത്തോടുകൂടി നിന്നെ കണ്ടെത്താൻ വേണമെങ്കിൽ നീ അത്ര ദൂരത്തായി പോലോന്ന്. ഹിക്മ ഓതണ്ട പോലെ ഓതണം. എന്നല്ല ഞാൻ ഓരോ ഹാർഫിന്ന് പിഴിഞ്ഞെടുക്കാനുള്ള ഇൽമെന്നെല്ലാം ഉണ്ടെന്നല്ലോ. അതോറെ ഇഖ്തിയാരിയല്ലല്ലോ അങ്ങ് നടത്തി കൊടുത്തത് അല്ലേ? ഖുർആനായി പോയോന്നും ചിലർ പറഞ്ഞെന്താന്ന് ഖുർആൻ കണ്ടുപിടിക്കുന്നില്ലല്ലോ എന്നുവെച്ചാൽ ഖുർആന് തങ്ങൾക്ക് അതിൽ കൈകടത്തലില്ല എന്താ. അതുപോലെ ഈ വലിയ ഒരു സ്വന്തം ഇഖ്തിയാറോടുകൂടി ഇബാറത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കലല്ല. ഇവിടെ എന്താ പറയണ്ടേ, ഇബാറത്ത് നമ്മിങ്ങനെ ആലോചിച്ചിട്ട ലേഖനമില്ല, ബെത്താണ് ബെൻബ് എഴുതിയെടുത്തോളൂ. വനിതന്മാരോട് പറയുമ്പോൾ എല്ലാം എഴുതിയെടുത്തോളൂ. വയ്യ എന്താണിപ്പം എന്താ പറഞ്ഞെന്ന് വന്നിട്ട് ഇങ്ങോട്ട് ചെയ്തു. ഇബ്നു അജീബ് പദങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ എന്താ എഴുതിയെടുക്കാൻ പറയും മുരീദന്മാരോട്, അത് അതിനോട് ആവശ്യപ്പെടും, ഞാൻ ഇങ്ങോട്ട് വാങ്ങും, എന്നിട്ട് ദർസ് നടത്തും. ഓറ ഇൽഹാമിൻ്റെ കിതാബ് ഓറ ദർസ് നടത്തും. ഞാൻ അല്പം നേടുന്നു വന്നു. അഹമ്മദ് ദർദി തങ്ങളുടെ അസ്മാഉൽ ഹുസ്ന ബൈത്ത് എന്താ പറഞ്ഞത്, നേരത്തെ കൊന്നൊരു രാത്രി ഇങ്ങനെ ഉറങ്ങുന്ന അവസരം പെട്ടെന്നുണ്ടോ എണീക്കുന്നു, കലാസം എന്നോട് തൃപ്തിയായി അകപ്പോയാ പോട്ട്. ഹാരിസുൽ മുഹാസിബി പറയുന്നു, മൻ സയ്യന ബാത്തിനഹു ബിൽ മുറാഖബത്ത് കൊണ്ടും ഇഖ്ലാസ് കൊണ്ടും നസയ്യനല്ലാഹു ലാഹിറഹു, അവന്റെ ലാഹിറിനെ അല്ലാഹു തആല. അപ്പൊ മൻ സയ്യന എന്ന് പറഞ്ഞതാണ് സുലൂക്കാൻ, അതിന്റെ ജദ്ബാണ് ഇത്. സയ്യനല്ലാഹു ലാഹിറഹു ബിൽ മുജാഹദതി വത്തിബാഇ സുന്നah, മുജാഹദ ചെയ്യാനും ഇത്തിബാഉ സുന്നത്തിന് വേണ്ടി ലാഹിറിനെ അല്ലാഹു തആല ക്ഷമിച്ചു കൊടുക്കലാണ്. എന്താണ് ലിഖൗലിഹി തആല വല്ലദീന ജാഹദൂ ഫീനാ എന്നതാണ് ഇത് സുലൂക്ക്. പിന്നെ ലനഹ്ദിയന്നഹും സുബുലനാ എന്ന് പറഞ്ഞത് എൻ്റെ ജദ്ബാണ് അന്നേറ്റ്. അപ്പൊ ഹിദായത്തിന്റെ എത്രാമത്തെ, ആറാമത്തെ റുത്തുബയിരിക്കും വരിക. ഹിദായത്ത് എന്ന് പറഞ്ഞതിന് 1-ാം റുത്തുബ, 2-ാം റുത്തുബ, 3-ാം റുത്തുബ എന്ന് പറഞ്ഞിട്ട് 7-ാമത്തെ റുത്തുബ ഉണ്ട്. 7-ാമത്തെ റുത്തുബയിൽ എത്തൂല, എന്തുകൊണ്ട് അത് അമ്പിയാക്കൽക്കുള്ളതാണ്. വനൂഹൻ ഹദൈന, നമ്മളെപ്പോഴത്തെ ഹിദായത്തത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് 18 മുർസലീങ്ങളെ പേര് വേണ്ടിയിട്ട് വന്ന് ഫബിഹുദാഹും മുഖ്തദിഹ്, അത് 7-ാമത്തെ അർത്ഥമേയുള്ളൂ. അത് നമ്മൾ ദൂരത്ത് നിന്ന് ഇങ്ങനെ കാണാം, ആകാശത്ത് നിന്ന് സൂര്യനെ കാണുമ്പോൾ. എന്നിട്ട് ആ സൂര്യന്റെ പ്രകാശത്തിൽ നിന്ന് ഇവിടെ പ്രകാശം ഉൾക്കൊണ്ടതാണ്. സൂര്യനെ കാണാനോ പിടിക്കാനോ ഒന്നും കഴിയുമ്പോൾ കിട്ടില്ല. ഫബിഹുദാഹും മുഖ്തദിഹ്.
തങ്ങളോടല്ലേ പറഞ്ഞു ആ ഹുദനോട് തങ്ങൾ പിൻപറ്റണോ. അപ്പൊ തങ്ങളുടെ മത്തുബായ ഹുദ അതിനേക്കാൾ ഓവറായിട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി ومما يحكى في صدق الإخلاص والتثبت في الإقدام على الأمور حتى تصح النية. നോക്ക്, സിദ്ഖുൽ ഇഖ്ലാസ് വേണം. ഒരു കാര്യത്തിൽ മുന്നിടുമ്പോൾ എന്ത് നിയ്യത്തിന് വേണ്ടി ചെയ്തു എന്ന് സഹീഹാകുന്നത് അത് പ്രവർത്തിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഉറപ്പ് വരുത്തണം എന്നതിന് കര പറയുന്നത് മാ യുർവാൻ സയ്യിദുൽ ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ തൊട്ട് അന്നഹു ലമ്മ അഹ്വാ ബി സൈഫിഹി, മൂപ്പറ വാള് കൊണ്ട് വീശി ബിൻ അലി യദ്രിബ ബിഹി മുശ്രിക്കൻ, ഒരു മുശ്രിക്കനെ മുട്ടാൻ വേണ്ടി ഹത്താ ഹീന തമക്കന മിൻഹു, ആ മുശ്രിക്കിനെ കൈമ കിട്ടിയപ്പോൾ മുശ്രിക്ക് എന്താക്കി മൂപ്പറമ്മ മുഖത്തേക്ക് തുപ്പിക്കളഞ്ഞു. തൊപ്പയപ്പൻ എനി വെട്ടല് തൊപ്പിന്റെ പ്രതികാരമായി പോകുന്നതാക്ക് വേണ്ടിയല്ല. ആ പ്രതികാര ബുദ്ധി എന്താക്കും, വെട്ടല് കുടുങ്ങിപ്പോകും. ആ അല്ല വാളങ്ങ് മാറ്റി വെച്ച് അവനെ ഇനി വെട്ടലില്ല. ഹത്ത എന്താ ജദ്ദദ നീയത്തഹു, പിന്നെ നീയത്ത് പുതുക്കിയിട്ട് പുതുക്കുന്നത് വാളങ്ങ് മാറ്റി വെച്ച്. ഹശിയത്തായി യദ്രിബഹു, എന്തിനാണ് പേടിച്ചത്, അയാൾ വെട്ടിയത് ഇന്തിഖാമലി നഫ്സിഹി ലിമാ ഫഅല ഫീ വജ്ഹിഹി, അവിടെ ഫഅല എന്നുള്ളതിന് തഫലാന്ന് അച്ചടിപ്പെടപാടോ നോക്കണത്. ഫഅല എന്നാണ് അമ്മായിട്ട് അർത്ഥം വെക്കാം. മുഖത്ത് തുപ്പിയ വകയിലെ പ്രതികാരമായി പോകുമോ, അപ്പൊ നഫ്സിന് വേണ്ടിയല്ല വെട്ടലാന്ന്, അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതായിട്ടില്ല. എന്തിനാ അലിയകൂന നിർബഹു ലിൽ മുശ്രികി ഖാലിസൻ ലില്ലാഹി തആല, മുശ്രിക്കിന്റെ നിർബന്ധാകണം അള്ളാഹ് ഖാലിസാണ്. മിൻ ഗൈരി ശൈബത്തി ഹവൻ, തടിഹവാന്റെ കലർപ്പും വരാൻ പാടില്ല. വന്തിഖാമൻ ലി നഫ്സി, നഫ്സിന് വേണ്ടിയുള്ള പ്രതികാരം എടുക്കൽ വരാതിരിക്കാനാണ് എന്താക്കിയത്, മാറ്റിവെച്ചു. മൂപ്പർ ഇത്രത്തോളം കണ്ടെത്തിയില്ലേ ഇപ്പൊ, സുബ്ഹാനല്ലാഹ്, എന്തൊരു മുസന്നിഫാണ് അല്ലേ. ഇക്കാലത്ത് അതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാലെല്ലാം പൊളിഞ്ഞി, ഇക്കാലത്ത് അധികം ഉള്ളത്. ذكره سيدنا عيدروس بن عمر الحبشي رضي الله عنه പറഞ്ഞതാണ്.